പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഫാസിസത്തിൻ്റെ മനഃശാസ്ത്രം. എന്താണ് ഫാസിസം? ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് ഫാസിസം. അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്, സാമൂഹികമായ ഒരു വശമുണ്ട്, രാഷ്ട്രീയമായ ഒരു വശമുണ്ട്, ന്യൂറോബയോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട്. നമ്മളിന്ന് പ്രധാനമായിട്ടും എന്താണ് ഫാസിസം എന്ന് പറയുന്ന പ്രതിഭാസം, അതിനെ മനഃശാസ്ത്രപരമായി അല്ലെങ്കിൽ ന്യൂറോബയോളജിക്കലായി നമുക്ക് സമീപിക്കാൻ കഴിയുമോ, എന്താണ് ഫാസിസത്തെ നിർമ്മിക്കുന്നത്, ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചരിത്രത്തിൽ അത് നടത്തിയ ഇടപെടലുകൾ, നാളിതുവരെ അത് രാഷ്ട്രീയത്തിലുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ, ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കുന്നില്ല. ഈ ചിത്രം നിങ്ങളിൽ ചിലർക്കെങ്കിലും പരിചിതമായിരിക്കും. വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. ആരുടെ പെയിൻറ്റിംഗ് ആണിത്? നാർസിയൂസ്. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരനശ്വര കഥാപാത്രമാണ് നാർസിയൂസ്. പുരാതന റോമൻ കവിയായിരുന്ന ഓവിദിൻ്റെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന വിഖ്യാത കാവ്യത്തിൽ അദ്ദേഹം നാർസിയൂസിൻ്റെ ദുരന്ത കഥ വിവരിക്കുന്നുണ്ട്. നാർസിയൂസിൽ ഒരു വനദേവത അനുരക്തയായി തീർന്നു. ആ വനദേവതയുടെ പേരാണ് എക്കോ. അതിസുന്ദരനായിരുന്നു നാർസിയൂസ്. വനദേവതയായ എക്കോയുടെ പ്രേമാഭ്യർത്ഥന നാർസിയൂസ് തിരസ്കരിക്കുന്നു. അതിൽ മനം നൊന്ത് എക്കോ ഒരു മാറ്റൊലി ശബ്ദമായിട്ട് തീർന്നു. ആ എക്കോ എന്ന് പറയുന്ന വനദേവതയുടെ പേരിൽ നിന്നാണ് പിന്നീട് മാറ്റൊലി എന്നുള്ള വാക്കിന് എക്കോ എന്ന പേര് കിട്ടുന്നത്. അവളൊരു മാറ്റൊലി ശബ്ദമായിട്ട് തീർന്നു. ഇതിൽ കുപിതയായ നെമസിസ് എന്ന് പറയുന്ന പ്രതികാര ദേവത നാർസിയൂസിനെ വശീകരിച്ച് ഒരരുവിയുടെ കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അരുവിയിൽ സ്വന്തം പ്രതിബിംബം കണ്ട നാർസിയൂസ് തൻ്റെ പ്രതിബിംബത്തോട് പ്രണയബദ്ധനായി. ആത്മാനുരാഗത്തിൻ്റെ പരമകോടി. അങ്ങനെ സ്വന്തം പ്രതിബിംബത്തിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ നാർസിയൂസ് കുടിക്കാൻ മറന്നു, കഴിക്കാൻ മറന്നു. അങ്ങനെ ആ പ്രതിബിംബത്തെ നോക്കി ആ അരുവിയുടെ കരയിൽ നാർസിയൂസ് മരിച്ചു വീഴുകയാണ്. ആത്മാനുരാഗത്തെ സൂചിപ്പിക്കാനാണ് നാർസിയൂസിൻ്റെ കഥ പിന്നീട് യൂറോപ്പിൽ അല്ലെങ്കിൽ പാശ്ചാത്യ തത്വചിന്തയിലൊക്കെ ഉപയോഗിക്കപ്പെട്ടത്. പിന്നീട് ഈ കഥയിൽ നിന്നാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന മനോരോഗത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കടന്നു വരുന്നത്. നാർസിയൂസിൻ്റെ കഥയാണ് ഈ പേരിന് ആധാരമാകുന്നത്. DSM-5 ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന DSM-5 എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പുറത്തിറക്കുന്ന മനോരോഗങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ രോഗനിർണയത്തെക്കുറിച്ചുള്ള ക്രൈറ്റീരിയ, കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമാണ് DSM-5. ഈ DSM-5 ഇത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. 9 സിംറ്റംസ് ആണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റേതായിട്ടുള്ളത്. ഇതിൽ 5 സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് അനുമാനിക്കാം. ഇതാണ് മോഡേൺ സൈക്കാട്രി പറയുന്നത്. എന്തൊക്കെയാണ് ആ സിംറ്റംസ്? നമുക്കൊന്ന് പരിശോധിക്കാം. എ ഗ്രാൻഡിയോസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്, അവനവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ബോധ്യം. പ്രീഒക്കുപ്പേഷൻ വിത്ത് ഫാൻറ്റസീസ് ഓഫ് അൺലിമിറ്റഡ് സക്സസ്, പവർ, ബ്രില്യൻസ്, ബ്യൂട്ടി ഓർ ഐഡിയൽ ലവ്. അധികാരത്തെക്കുറിച്ച്, വിജയത്തെക്കുറിച്ച്, ബുദ്ധിപരമായ കഴിവുകളെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ചുള്ള പ്രീഒക്കുപ്പേഷൻ വിത്ത് ഫാൻറ്റസീസ്. Belief that one is special and can only be understood by or associate with special people or institutions. ഞാൻ സ്പെഷ്യലാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്,
ഞാൻ സവിശേഷമായ കഴിവുകളുള്ള വ്യക്തിയാണ് എന്നുള്ള ചിന്ത. എ നീഡ് ഫോർ എക്സസീവ് അഡ്മിറേഷൻ, അംഗീകരിക്കപ്പെടാനുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം, അടങ്ങാത്ത ഭ്രമം, എ സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ് ടു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, എന്നെ വളരെ കൃത്യമായി പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം, ചിന്ത. അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ കഴിവുകളെ ഉപയോഗിക്കുക, നനഞ്ഞടം കുഴിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. മറ്റുള്ളവരെ ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുക, എല്ലാവരെയും ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ അവനവൻ്റെ നേട്ടത്തിനായുള്ള ചവിട്ടുപടികളായിട്ട് ഉപയോഗിക്കുക. എ ലാക്ക് ഓഫ് എംപതി, എ ലാക്ക് ഓഫ് എംപതി. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? തന്മയീഭാവം. തന്മയീഭാവം, മറ്റുള്ളവൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ കണ്ടറിഞ്ഞ് അതിനോട് ചേർന്ന് നിൽക്കാനുള്ള മനുഷ്യൻ്റെ വളരെ പരിണാമത്തിലൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ വാഴ്ത്തപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷതയാണ് എംപതി, തന്മയീഭാവം. അതില്ലാതിരിക്കുക. ലാക്ക് ഓഫ് എംപതി. എൻവി ഓഫ് അതേഴ്സ് ഓർ ദ ബിലീഫ് ദാറ്റ് വൺ ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് എൻവി, മറ്റുള്ളവരോട് കടുത്ത അസൂയ. അതുമാത്രമല്ല, ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം എൻ്റെ കഴിവിൽ എന്നോട് അസൂയയാണ് എന്നുള്ള ചിന്തയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുക. അരഗൻ, ഹോട്ടി ബിഹേവിയർ ഓർ ആറ്റിറ്റ്യൂഡ്, തികച്ചും അരഗൻ്റായിട്ടുള്ള സ്വഭാവങ്ങൾ പുറത്തെടുക്കുക. ഇതൊക്കെയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ. ഏതാണ്ട് ഒരു 5 എണ്ണമൊക്കെ ഈ 9 സിംറ്റത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാം. ഞാനിപ്പോൾ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. എന്തൊക്കെയാണ് ലാൻഡ്മാർക്ക് സിംറ്റംസ് ഓഫ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ? ഗ്രാൻഡിയോസിറ്റി, എ ലാക്ക് ഓഫ് എംപതി ഫോർ അതർ പീപ്പിൾ ആൻഡ് എ നീഡ് ഫോർ അഡ്മിറേഷൻ. ഇത് 3 അംഗീകരിക്കപ്പെടാനുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം, സ്വന്തം കഴിവുകളെക്കുറിച്ച് ഊതിപ്പെരുപ്പിച്ചിട്ടുള്ള മിഥ്യാധാരണകൾ, മറ്റുള്ളവനോട് കരുണയുടെയോ തന്മയീഭാവത്തിൻ്റെയോ ലവലേശം പോലും ഇല്ലാത്ത പെരുമാറ്റം, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, അരഗൻ്റായ, മാനിപ്പുലേറ്റീവായ, ഡിമാൻഡിങ് ആയ ഒരു വ്യക്തിയെയാണ് ഇത് സൃഷ്ടിക്കുന്നത്. അയാളുടെ ഗ്രാൻഡിയോസ് ഫാൻറ്റസീസ്, അതുപോലെ സ്പെഷ്യലായിട്ടുള്ള പരിഗണനയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹം, ഇതെല്ലാം ഈ അസുഖത്തിൽ മുദ്രിതമാണ്. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നമ്മൾ വളരെ ഗിഫ്റ്റഡ് ആണെന്നുള്ള ധാരണ, ഒരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ നമ്മൾ മലയാളത്തിൽ പറയും, നമ്മൾ മലയാളത്തിൽ അതിനൊരു ചൊല്ലുണ്ട്, മരണ വീട്ടിൽ ചെന്നാൽ ശവമാകണം, കല്യാണ വീട്ടിൽ ചെന്നാൽ വധുവാകണം. ചുരുക്കത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ എല്ലായ്പ്പോഴും എൻ്റെ മുകളിലിരിക്കണം എന്നുള്ള പ്രീ ഒക്കുപ്പേഷനുമായിട്ട് ഒരു വ്യക്തി ജീവിക്കുന്നു. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഗ്രാൻഡിയോസിറ്റി അതിൻ്റെ മുഖമുദ്രയാണ്. അതുപോലെ മാനിപ്പുലേഷനും. ഈ രോഗത്തെ നമ്മുടെ അമേരിക്കൻ ജേണൽ ഓഫ് സൈക്യാട്രിയിൽ വന്ന ഒരു പേപ്പറാണ്, കാലിഗറുടെ 2008. അതിൽ ഈ അസുഖത്തെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് 3 തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 3 രീതിയിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഗ്രാൻഡിയോസ് ഒവേർട്ട് ടൈപ്പ്, ഫ്രജൈൽ വൾണറബിൾ കൊവേർട്ട് ടൈപ്പ് ആൻഡ് ഹൈ ഫങ്ഷനിങ് എക്സിബിഷനിസ്റ്റ് ടൈപ്പ്. എന്താണിതെന്ന് നമുക്ക് ചുരുക്കി ഒന്ന് പരിശോധിക്കാം. ഈ ഗ്രാൻഡിയോസ് ഒവേർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻഡിയോസിറ്റി കൊണ്ട് പിടിച്ചാൽ നിൽക്കില്ല, ഞാൻ വലിയവനാണ് എന്നുള്ള ചിന്ത എല്ലാം ഇപ്പോഴും അവരെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് മറ്റ് സൈക്യാട്രിക് സിംറ്റംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് സബ്സ്റ്റൻസ് യൂസ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവർ പലപ്പോഴും ഡിസ്ഫങ്ഷണൽ ആയിരിക്കും. സമൂഹത്തിൽ ഇവർക്ക് കൃത്യമായിട്ട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിനെ മാലിഗ്നന്റ് നാർസിസ്റ്റിക് സബ് ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. ഫ്രജൈൽ വൾണറബിൾ കൊവേർട്ട് ടൈപ്പ്, അതെന്താണ്? ഗ്രാൻഡിയോസിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് അവർ ഫ്രജൈലാണ്. ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിസിസത്തിന് അവർ വൾണറബിളാണ്. വിമർശിച്ചു കഴിഞ്ഞാൽ അവരാകെ കാറ്റുപോയ ബലൂൺ പോലെ ആയിത്തീരും. ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡിയോസിറ്റി വരും. ഇവർ കുറേ കൂടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന കൂട്ടരാണ് ഇത്തരം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത്. 3ാമത്തെ ആൾക്കാരാണ് ഹൈ ഫങ്ഷനിങ്
എക്സിബിഷനിസ്റ്റ് ടൈപ്പ്. എന്താണ് അവർക്ക് സൈക്യാട്രിക് കോമോബിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ദേ അപ്പിയർ ടു ബി outwardly successful and generally maintain their ego stability, but they still maintain an essential NPD personality structure. ചുരുക്കത്തിൽ തൻ്റെ നേട്ടങ്ങൾ കൊണ്ട് സമൂഹത്തിൽ പിടിച്ചു നിൽക്കും. കാര്യമായിട്ടുള്ള സൈക്യാട്രിക് കോമോബിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഇവരിൽ അന്തർലീനമാണ്. ഇതാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ചെറിയ പരിച്ഛേദം. എന്തുകൊണ്ടാണ് നമ്മൾ ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാർസിസത്തെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടി വരുന്നത്? ഞാൻ അതിലേക്ക് വരാം. ഈ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിഖ്യാതമായിട്ടുള്ള ചലച്ചിത്രമാണ് വിധേയൻ. അതിൽ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞ സക്കറിയയുടെ നോവലിനെ ആധാരമാക്കി അടൂർ തന്നെയാണ് അതിൻ്റെ തിരക്കഥയും എഴുതിയിട്ടുള്ളത്. അങ്ങനെ പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമാണ് വിധേയൻ. 1993 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ 5 ഈ സിനിമ നേടിയത്. മികച്ച നടൻ, മികച്ച ചലച്ചിത്രം, മികച്ച സംവിധായകൻ. പിന്നീട് 1994 മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും നേടിക്കൊടുത്തത് വിധേയനാണ്. വളരെ ജനപ്രിയമായിട്ടുള്ളൊരു കലയാണ് സിനിമ. 20-ാം നൂറ്റാണ്ടിൻ്റെ കലയാണ് സിനിമ എന്ന് നമുക്ക് പറയാം. ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ അധികാര രൂപങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചില ധാരണകളെ തന്നെ മാറ്റിമറിച്ച അല്ലെങ്കിൽ പരുവപ്പെടുത്തിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചലച്ചിത്രമാണ് വിധേയൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിധേയൻ്റെ ആ ഒരു പ്രശസ്തമായിട്ടുള്ള സീൻ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. കീറിയ ഒറ്റമുണ്ടുമായിട്ട് നിൽക്കുന്ന തൊമ്മി എന്ന് പറയുന്ന കുടിയേറ്റക്കാരനോട് ഭാസ്കര പട്ടേൽ എന്ന് പറയുന്ന ജന്മി ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിന്റെ ഭാര്യ സുന്ദരിയാണോ? അധികാര പ്രയോഗത്തിൻ്റെ, മസ്കുലിനിറ്റിയുടെ അല്ലെങ്കിൽ നാർസിസത്തിൻ്റെ ഒക്കെ ഒരു മൂർധന്യ അവസ്ഥയായിട്ടാണ് വിധേയനിലെ ഭാസ്കര പട്ടേൽ പോർട്രേ ചെയ്യപ്പെടുന്നത്. ആൾബലം, ആണധികാരം, അതുപോലെ കട്ടിമീശ, അധികാരരൂപത്തിൻ്റെ പരമകോടി. എങ്ങനെയാണ് അധികാരം സമൂഹത്തെ, ജനതകളെ, നമ്മളെയൊക്കെ പരുവപ്പെടുത്തുന്നത് എന്നീ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഭാസ്കര പട്ടേലർ തൊമ്മിയുടെ ഭാര്യയെ ബലമായിട്ട് പ്രാപിക്കുന്നുണ്ട്. പിന്നീട് തൊമ്മി ഭാസ്കര പട്ടേലരുടെ ഒരു ശിങ്കിടിയായിട്ട് തീരുന്നു. അങ്ങനെ സ്വന്തം ഭാര്യയെ പട്ടേലർ സ്ഥിരമായിട്ട് ബലമായി പ്രാപിക്കുന്ന സമയത്തും തൊമ്മി ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി അയാളുടെ ഒരടിമയെപ്പോലെ, ഒരു കയ്യാളായി, കങ്കാണിയായി, അല്ലെങ്കിൽ ഒരു ശിങ്കിടിയായിട്ടൊക്കെ കൂടെ നടക്കുകയാണ്. കുറേ കഴിയുമ്പോൾ അയാളത് അറിയാതെ ആസ്വദിച്ചു തുടങ്ങുന്നു. സിനിമയുടെ രണ്ടാമതൊരു സീനും കൂടെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സീനിൽ തൊമ്മി ഭാര്യയോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ വന്ന് പട്ടേലരുടെ സെൻറ്റിൻ്റെ മണമാണ്. ഒരു ദിവസം ഞാൻ ഇതുപോലൊന്ന് നിനക്ക് വാങ്ങിത്തരും, എങ്കിലും നീ എൻ്റെ ഓമനയാണ്. ചുരുക്കത്തിൽ പട്ടേലരുടെ അധിനിവേശം, അധികാരപ്രയോഗത്തിന് കീഴ്പ്പെടുകയും പിന്നീട് അത് ആസ്വദിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉൾച്ചേർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് തൊമ്മി ഈ സിനിമയിൽ കടന്നു വരുന്നത്. അവസാനം പട്ടേലരുടെ മരണത്തിന് ശേഷം അയാൾ സ്വാതന്ത്ര്യത്തിലേക്ക് കുതറിപ്പായുന്നുണ്ട്. അതുവരെ പട്ടേലരെ സംരക്ഷിച്ചുകൊണ്ട് തൊമ്മി അയാളുടെ വലതുഭാഗത്ത്, എല്ലാവരും പട്ടേലരെ ഉപേക്ഷിക്കുമ്പോഴും തൊമ്മിയുണ്ട് പട്ടേലർക്ക്. അവസാനം പട്ടേലരുടെ മരണം കഴിഞ്ഞിട്ട് അയാൾ സ്വാതന്ത്ര്യത്തിലേക്ക് കുതിച്ചു പായുന്നുണ്ട്. ഒരുപാട് അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിൽ തുറന്നിട്ട ഒരു സിനിമയാണിത്. എല്ലാ കാലത്തേക്കുമുള്ള വിധേയത്വം, അങ്ങനെയുള്ള വിധേയത്വം അധികാര രൂപങ്ങളോട് കാണിക്കുന്ന ഒരു ജനത. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ലേൺഡ് ഹെൽപ്ലെസ്നെസ്. എന്താ ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ്?
ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് അതിനൊരു പരീക്ഷണമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെലിഗ്മാൻ്റെ. ആ പരീക്ഷണത്തിൽ ഇതാണ്: ഒരു ചിമ്പൻസി, ഈ ചിമ്പൻസിയെ ഒരു കൂട്ടിൽ ഇട്ടിരിക്കുന്നു. ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാതിലിൽ വൈദ്യുതി പ്രവഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചിമ്പൻസി പുറത്ത് കിടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏൽക്കും. അപ്പോൾ പുറത്ത് കിടക്കാൻ പറ്റില്ല, കൂടിനകത്തിരിക്കും. അങ്ങനെ ചിമ്പൻസി പല പ്രാവശ്യം ശ്രമിക്കുന്നു കൂടിന് പുറത്ത് കടക്കാനാവുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഈ വൈദ്യുതി പ്രവാഹമൊക്കെ നിർത്തും. ചിമ്പൻസിക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാം. പക്ഷേ ചിമ്പൻസി കൂടിന് പുറത്തിറങ്ങാൻ തയ്യാറാവുന്നില്ല. ആ കൂട്ടിലെ അസ്വാതന്ത്ര്യവുമായിട്ട് അല്ലെങ്കിൽ ബന്ധനവുമായിട്ട് ചിമ്പൻസി ഒട്ടിച്ചേർന്ന് പോകുന്നു. ലേൺഡ് ഹെൽപ്ലെസ്നെസ്, നിസ്സഹായ അവസ്ഥ ശീലിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ശീലിപ്പിക്കപ്പെട്ട ഒരു ജനതയെ അതിൻ്റെ മുകളിലിരുന്ന് ഒരു അധികാര രൂപം, കൃത്യമായിട്ട് പറഞ്ഞാൽ ഫാസിസ്റ്റ് രീതിയിൽ എങ്ങനെയാണ് ഭരിക്കുന്നത്, എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു സിനിമയാണ് വിധേയൻ. ഇവിടെ നമ്മൾ ഒരു കൺസെപ്റ്റിനെ കുറിച്ച്, ഒരാശയത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. കളക്റ്റീവ് നാർസിസം. എന്താണ് ഈ കളക്റ്റീവ് നാർസിസം? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ നാർസിസം ഓൺ ടു ദ സോഷ്യൽ ലെവൽ ഓഫ് സെൽഫ്. ഒരു വ്യക്തിയുടെ ഗ്രാൻഡിയോസിറ്റി ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രാൻഡിയോസിറ്റി ആയിട്ട് തീരുക. ഒരു ഗ്രൂപ്പിന് വലിയ ഉന്നതമായിട്ടുള്ള കഴിവുകളുണ്ട്, ഉന്നതമായ ശേഷികളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് നമ്മൾ. നമ്മുടെ ജീൻ വളരെ പ്യുവറാണ്. പ്യൂരിറ്റാനിസം, ശുദ്ധതയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള സങ്കല്പങ്ങൾ, അമിതമായ ആത്മാഭിമാനം, ദേശീയത, നാഷണാലിറ്റി, ഇതൊക്കെ കടന്നു വരുന്നത് അടിസ്ഥാനപരമായി കളക്റ്റീവ് നാർസിസത്തിൽ കൂടെയാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എത്നോസെൻട്രിസം. എന്താണ് ഈ എത്നോസെൻട്രിസം? ഒരു പ്രത്യേക ഗ്രൂപ്പ്, ഒരു പ്രത്യേക ജനത വളരെ സുപ്പീരിയർ ആണെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ബാക്കിയുള്ളവരെല്ലാം നമ്മളാൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനാൽ ഭരിക്കപ്പെടേണ്ടവരാണ് എന്നുമുള്ള ചിന്താഗതിയാണ് എത്നോസെൻട്രിസം. ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി, സ്വഗോത്ര സ്നേഹം ഈ കളക്റ്റീവ് നാർസിസത്തിൻ്റെ മുഖമുദ്രയാണ്. ഈ ഇൻഡിവിജ്വൽ കളക്റ്റീവ് നാർസിസത്തിനെ വളരെ കൃത്യമായിട്ട് അവ തമ്മിലുള്ള വ്യത്യാസത്തെ ഈ സ്ലൈഡ് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഐ വിഷ് പീപ്പിൾ വുഡ് റെക്കഗ്നൈസ് മൈ അതോറിറ്റി വിച്ച് ഈസ് ഇൻഡിവിജ്വൽ നാർസിസം. ഐ വിഷ് അതർ പീപ്പിൾ വുഡ് റെക്കഗ്നൈസ് ദ അതോറിറ്റി ഓഫ് മൈ ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ട് മാറുകയാണ്. കരിസ്മാറ്റിക് ലീഡർ ഫോളോവർ റിലേഷൻഷിപ്പ് എന്താണത്? വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവിനെ പിൻപറ്റാനുള്ള ഒരു ജനതയുടെ പ്രവണത. ഇത് കളക്റ്റീവ് നാർസിസത്തിൽ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്ന ജെറോൾഡ് പോസ്റ്റ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഈ നാർസിസത്തിൽ ലീഡറുടെ ഭാഗത്തൊരു നാർസിസുണ്ട്, ലീഡറാൽ പിന്തുടരപ്പെടുന്ന അയാളുടെ ജനതയ്ക്ക് മറ്റൊരു തരത്തിലുള്ള നാർസിസുണ്ട്. എന്താണത്? ഐഡിയൽ ഹംഗ്രി നാർസിസം ആൻഡ് മിറർ ഹംഗ്രി നാർസിസം. എന്താ ഈ മിറർ ഹംഗ്രി നാർസിസം? ലീഡർ ഫോളോവർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ വളരെ വ്യക്തമായിട്ട് ഇത് വ്യവച്ഛേദിക്കുന്നുണ്ട്. രണ്ട് കാറ്റഗറി ഉണ്ട് ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറർ ഹംഗ്രി നാർസിസവും ഐഡിയൽ ഹംഗ്രി നാർസിസവും. എന്താണിത്? ഈ മിറർ ഹംഗ്രി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അഡ്മിറേഷൻ, ഞാൻ ആരാധിക്കപ്പെടണം, ഞാൻ അംഗീകരിക്കപ്പെടണം, എൻ്റെ ഫോളോവേഴ്സിനാൽ ഞാൻ ബഹുമാനിക്കപ്പെടണം എന്നുള്ള നാർസിസം വെച്ച് പുലർത്തുന്ന ഒരു ലീഡർ മിറർ ഹംഗ്രി നാർസിസ്റ്റ്. അയാളെ പിന്തുടരുന്ന ജനത മിറർ ഹംഗ്രി ലീഡറെ പിന്തുടരുന്ന ജനത എങ്ങനെയുള്ളവരായിരിക്കും? അവർ ഐഡിയൽ ഹംഗ്രി നാർസിസ്റ്റുകൾ. എന്താണ് ഈ ഐഡിയൽ ഹംഗ്രി നാർസിസ്റ്റ്? താൻ സങ്കല്പിക്കുന്ന വിശുദ്ധതയുടേതായ, പരിപൂർണതയുടേതായ ഒരു ബിംബം, ആ ബിംബത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം.
ഇതാണ് ഈ ഐഡിയൽ ഹംഗ്രി നാർസിസം എന്ന് പറയുന്നത്. ഒരു ഐഡിയലിന് വേണ്ടി, ഒരു മാതൃകയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയും അഡ്മിറേഷനും ബഹുമാനത്തിനും വേണ്ടി ദാഹിക്കുന്ന ഒരു നേതാവും. അതാണ് ഈ ലീഡർ ഫോളോവർ റിലേഷൻഷിപ്പ്, കരിസ്മാറ്റിക് ലീഡർ ഫോളോവർ റിലേഷൻഷിപ്പിൻ്റെ സൈക്കോളജി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കളക്റ്റീവ് നാർസിസത്തിൽ നമ്മൾ വിട്ടുപോകരുതാത്ത രണ്ട് ആശയങ്ങളുണ്ട്: ഇന്റർ ഗ്രൂപ്പ് അഗ്രഷൻ ആൻഡ് എത്നോസെൻട്രിസം. രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ഫാസിസം? ഒരുപാട് നിർവചനങ്ങളുണ്ട് ഫാസിസത്തിന്. യഥാർത്ഥത്തിൽ ഈ ഫാസിസം എന്ന് പറയുന്ന പദം പ്രചാരം നേടുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഫാസിസ്റ്റ് പാർട്ടിയുടെ ജനനത്തോടെയാണ്. 1920കളിൽ ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ആരംഭിച്ച ഒന്നാണ് ഈ ഫാസിസ്റ്റ് പാർട്ടി. അത് പിന്നീട് ഇറ്റലിയുടെ അധികാരം കൈയാളുന്നുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം 1943-ലാണെന്ന് തോന്നുന്നു, ബെനിറ്റോ മുസോളിനി സ്ഥാനഭ്രഷ്ടനാകുന്നത് വരെ അത് തുടരുന്നുണ്ട്. ഈ മുസോളിനിയെ ഒരു മാതൃകയാക്കി ഹിറ്റ്ലർ, അതേസമയം അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ആരംഭിച്ച പാർട്ടിയാണ് നാസിസ്റ്റ് പാർട്ടി, നാസി പാർട്ടി. ചുരുക്കത്തിൽ ഇത് രണ്ടും ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഫാസിസത്തെ ഒരാശയമായിട്ട് ഉൾക്കൊണ്ട പാർട്ടികൾ എന്നുള്ള രീതിയിലാണ് പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിച്ചത്. യഥാർത്ഥത്തിൽ ഈ ഫാസിസം 20ാം നൂറ്റാണ്ടിൻ്റെ സംഭാവനയാണോ? ഫാസിസത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? ഈ മുസോളിനി ഫാസിസം എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ച് ഇറ്റലി പിടിച്ചെടുക്കുമ്പോഴും പിന്നീട് അത് ഹിറ്റ്ലറിലൂടെ രണ്ടാം ലോകമഹായുദ്ധമായിട്ട് വളരുമ്പോഴും, രണ്ടാം ലോകമഹായുദ്ധാനന്തരം നിരവധി ഗവൺമെൻറ്റുകൾ ഫാസിസ്റ്റ് നയങ്ങളെ സ്വീകരിക്കുമ്പോഴും പിന്നീട് വിവിധങ്ങളായിട്ടുള്ള ഭരണകൂടങ്ങളിലും ആശയങ്ങളിലും ഫാസിസം ആരോപിക്കപ്പെട്ടപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് ഫാസിസത്തിന് റെഫറൻസ് ഉണ്ടോ? ഇത് എന്ന് തൊട്ട് തുടങ്ങിയ ഒരു ആശയമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഫാസിസം? വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണിത്. കേംബ്രിഡ്ജ് ഡിക്ഷണറി ഇതിനെന്താ നിർവചനം കൊടുക്കുന്നത്? എ പൊളിറ്റിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ എ വെരി പവർഫുൾ ലീഡർ, state control of social and economic life, and extreme pride in country and race, with no expression of political disagreement allowed. ഇതാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറി കൊടുക്കുന്ന നിർവചനം. വളരെ ശക്തനായിട്ടുള്ള നേതാവ്, സമഗ്രാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു ഭരണകൂടം, ജനതയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ വിമർശനങ്ങളോടും കടുത്ത നിലപാടെടുക്കുന്ന ഒരു വലതുപക്ഷ ഗവൺമെൻറ്. ഇത് നിർമ്മിക്കുന്ന ഒന്നാണ്. ഇങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഉണ്ടാവുക. ഇതാണ് കേംബ്രിഡ്ജ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി പറയുന്നത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്താ പറയുന്നത്? എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്കൽ സിസ്റ്റം ഓർ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് aggressively promoting your own country or race above others and that does not allow any opposition. സമാനമായിട്ടുള്ള ആശയങ്ങളാണ്. സമഗ്രാധിപത്യത്തിൻ്റെതായിട്ടുള്ള വിമർശനങ്ങൾ അനുവദിക്കാത്ത, നിങ്ങളുടെ ജനതയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് നടിക്കുന്ന ഒരു വലതുപക്ഷ ഗവൺമെൻറ്. എവിടെ നിന്നാണ് ഈ ഫാസിസം എന്ന് പറയുന്ന പദത്തെ മുസോളിനി കണ്ടെടുക്കുന്നത്? ഇതൊരു ഇറ്റാലിയൻ വാക്കാണ്. ഫസിസ്മോ, ഫാസിയോ എന്നൊക്കെ പറയുന്ന ചില ഇറ്റാലിയൻ വാക്കുകളുണ്ട്. ബണ്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഫേഷിസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡും ഉണ്ട്. അതിൻ്റെ അർത്ഥം റോഡ്, ദണ്ഡ് എന്നാണ്. ഈ കാണുന്ന സാധനമാണ് ഫേസിസ്. എന്ത് സാധനമാണിത്? ഇത് റോമിലുണ്ടായിരുന്ന, പുരാതന റോമിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റുമാർ ഉപയോഗിച്ചിരുന്ന അവരുടെ അധികാരത്തിൻ്റെ സിമ്പലാണ്. ഒരു കോടാലിയും ആ കോടാലിപ്പിടിയുടെ ചുറ്റും പിണച്ച് കെട്ടിവെച്ചിരിക്കുന്ന കുറേ മരക്കമ്പുകളും ഐക്യത്തിൻ്റെ ലക്ഷണമാണ്. ഐകമത്യം മഹാബലം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഐക്യത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് ആ കോടാലിപ്പിടിയെ ഒടിക്കാൻ കഴിയില്ല. അധികാരത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രൂപം, അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അണികൾ, നിങ്ങൾക്കിതിനെ തകർക്കാൻ കഴിയില്ല, ഈ ജനതയെ തകർക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഈ സിമ്പല് പിന്നീട് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ വരുന്നത്
എട്രൂസ്കൻ സിവിലൈസേഷൻ, ഇറ്റലിയിലുണ്ടായിരുന്ന ഒരു പുരാതനമായ സംസ്കാരമാണ്. അതിൽ നിന്ന് പിന്നീട് റോമൻ കൾച്ചറിലേക്ക് അത് വന്നു. റോമൻ കൾച്ചറിൽ ഇത് പല രാജ്യങ്ങളുടെയും, ഇപ്പോൾ ഫ്രാൻസിൻ്റെയൊക്കെ പല സിമ്പലുകളിലും അമേരിക്കയുടെയൊക്കെ പല സിമ്പലുകളിലും ഈ ഇത് വന്നിട്ടുണ്ട്, പല രീതിയിൽ വന്നിട്ടുണ്ട്. അത് പിന്നീട് മുസോളിനി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിയുടെ സിമ്പലാണ്. അതിൽ ആ ഫേസിസ് എന്ന് പറയുന്ന സിമ്പൽ എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാം. 1922 തൊട്ട് ഈ പാർട്ടിയാണ് ഭരിക്കുന്നത്. 1943 മുസോളിനി അധികാരഭ്രഷ്ടനാകുന്നിടം വരെ ഇറ്റലിയെ അടക്കി ഭരിച്ചിരുന്നത് ഈ ഫാസിസ്റ്റ് പാർട്ടിയാണ്. അതാണ് പിന്നീട് ഫാസിസം എന്ന് പറയുന്ന വാക്കിന് ജന്മം കൊടുത്തത്. പാരലായിട്ട് ഹിറ്റ്ലറുടെ നാസി പാർട്ടി ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ മുസോളിനിയേക്കാൾ വളർന്നു. ഒരു ഘട്ടത്തിൽ മുസോളിനിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നത് തന്നെ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ലോകമെമ്പാടും വളർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെ കൂട് തുറന്നു വിട്ടു. എന്താണ് ഈ ഫാസിസം എന്ന് രണ്ടാം ലോക മഹായുദ്ധാനന്തരം നിരവധി ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫാസിസം എങ്ങനെയാണ് ഈ ജനതയെ പിടിമുറക്കിയത്, എങ്ങനെയാണ് തികച്ചും സമാധാനകാംക്ഷികളായിരുന്ന അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു ജനത ഒരു ലീഡറുടെ കീഴിൽ ഇങ്ങനെ ആയിത്തീർന്നത്, കടുത്ത വംശവിദ്വേഷത്തിൻ്റെ ഭൂതത്തെ എങ്ങനെയാണ് തുറന്നു വിട്ടത്, എങ്ങനെയാണ് ഈ ആര്യൻ സുപ്രീമസിയുടെ മിത്ത് ഒരു ജനതയുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടത്, അതെങ്ങനെയാണ് പിന്നെ മനുഷ്യരാശിയുടെ പിന്നീടുള്ള ചരിത്രത്തെ മാറ്റി എഴുതിയത്, എന്തായിരിക്കാം ഇതിന് കാരണം? അന്ന് ഹിറ്റ്ലർ എല്ലാവരാലും വാഴ്ത്തപ്പെട്ടിരുന്നു. ഹിറ്റ്ലർ പുരോഗതിയുടെ ജർമ്മനിയുടെ വീരനായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട ആളുകൾ ഒരു ട്രാൻസിൽ, അല്ലെങ്കിൽ നമുക്ക് തമാശയ്ക്ക് ഹിപ്നോട്ടിസം എന്നൊക്കെ വിളിക്കാം, അതുപോലെ ഒരു ഓൾട്ടേർഡ് സ്റ്റേറ്റിൽ വീണു. ആ നേതാവിനെ അവർ അന്ധമായിട്ട് പിൻപറ്റി. ഫ്യൂറർ എന്നാണ് ഹിറ്റ്ലർ അറിയപ്പെട്ടത്, നേതാവ്, ലീഡർ. പണ്ട് നമ്മുടെ കെ കരുണാകരനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പോലെ ലീഡർ. ഈ ഫ്യൂറർ എന്ന് പറയുന്ന വാക്ക് പിന്നീട് ജർമ്മനിയിൽ ഉപയോഗിക്കപ്പെട്ടില്ല. അത് എക്കാലത്തും ഹിറ്റ്ലറെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു വാക്കായി. ചെയർമാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ആരെയാണ് സൂചിപ്പിക്കുന്നത്? മാവോ, ചെയർമാൻ മാവോ. അതുപോലെ സാധാരണ വ്യവഹാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചില പദങ്ങൾ ഈ കരിസ്മാറ്റിക് ലീഡേഴ്സിനോട് എന്നേക്കുമായിട്ട് ചേർന്നു പോകുന്നു. അതിനൊരു ഉദാഹരണമാണ് റോബർട്ട് ഒ പ്രാക്സ്റ്റൺ. അദ്ദേഹം ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഫാസിസം എന്ന് അതിനെ സാമൂഹ്യമായിട്ടും പൊളിറ്റിക്കലായിട്ടും എങ്ങനെ വിശദീകരിക്കാം എന്നുള്ളതിൽ വളരെ കൃത്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ബുക്കാണ് ദ അനാറ്റമി ഓഫ് ഫാസിസം. അതിൽ അദ്ദേഹം പറയുന്നത് ഫാസിസം ഈസ് ബേസ്ഡ് മോർ ഓൺ ഫീലിങ്സ് ദാൻ ഫിലോസഫിക്കൽ ഐഡിയാസ്. ഈ തത്വശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങളെക്കാളൊക്കെ ഇത് ഫീലിങ്സ്, ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള ഫാസിസത്തെക്കുറിച്ചുള്ള നിർവചനമാണ് ഞാൻ താഴെ ചേർത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോം ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ മാർക്ക്ഡ് ബൈ ഒബ്സസീവ് പ്രീഒക്കുപേഷൻ വിത്ത് കമ്മ്യൂണിറ്റി ഡിക്ലൈൻ, ഹ്യൂമിലിയേഷൻ ഓർ വിക്ടിംഹുഡ്. ഇരവാദം, നമ്മൾ ഇരയാക്കപ്പെട്ടു, നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു, നമ്മുടെ ജനത ചിതറിപ്പോയി, നമ്മൾ രണ്ടാം തരക്കാരായി പരിഗണിക്കപ്പെട്ടു എന്നുള്ള ചിന്തകൾ ശക്തമാകുക. ആൻഡ് കോമ്പൻസേറ്ററി കൾട്സ് ഓഫ് യൂണിറ്റി, എനർജി, പ്യൂരിറ്റി in which a mass-based party of committed nationalist militants working in uneasy but effective collaboration with the traditional elites. അതേസമയം തന്നെ നമ്മുടെ പ്യൂരിറ്റിയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, നമ്മുടെ ജനതയുടെ മഹാത്മ്യത്തെക്കുറിച്ച്, നമ്മുടെ ഐക്യത്തെക്കുറിച്ചുള്ള ധാരണകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ പ്രബലമാകുക. ഇത് രണ്ടും കൂടെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, നമ്മൾ അപമാനിക്കപ്പെട്ടു പക്ഷേ നമ്മൾ ശക്തരാണ്, നമ്മൾ ചിതറിക്കപ്പെട്ടു പക്ഷേ നമ്മൾ ഇന്ന് ഒരുമിച്ചാണ്. രണ്ടിനെയും ഇങ്ങനെ വലത് കൈയിലും ഇടത് കൈയിലും വെച്ച് തരാതരം പോലെ വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുക. ഇത്തരം ആശയങ്ങളെ പ്രചരിപ്പിച്ച് മധ്യവർഗത്തെ പാട്ടിലാക്കി ഒരു ശക്തമായിട്ടുള്ള സൈനിക സ്വഭാവമുള്ള ഒരു വലതുപക്ഷ പാർട്ടിയെയോ ഗവൺമെൻറ്റിനെയോ കെട്ടിപ്പടുക്കുക. വർക്കിംഗ് ഇൻ അൺഈസി ബട്ട് എഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ദ ട്രഡീഷണൽ എലൈറ്റ്സ്, പാരമ്പര്യവാദം,
അബാൻഡൻസ് ഡെമോക്രാറ്റിക് ലിബർട്ടീസ്, ജനാധിപത്യത്തിൻ്റെതായ മൂല്യങ്ങളെ വലിച്ചെറിയുക. ആൻഡ് പെർസ്യൂസ് വിത്ത് റിഡംപ്റ്റീവ് വയലൻസ് വിത്തൗട്ട് എത്തിക്കൽ ഓർ ലീഗൽ റീസ്ട്രെയിൻസ് ഗോൾസ് ഓഫ് ഇന്റേണൽ ക്ലെൻസിങ് ആൻഡ് എക്സ്റ്റേണൽ എക്സ്പാൻഷൻ. സാമ്രാജ്യത്വ സ്ഥാപനം, സാമ്രാജ്യ വിസ്തൃതിയെ മുമ്പോട്ട് കൊണ്ടുനടക്കുക. അതുപോലെ നമ്മുടെ ജനതയെ ശുദ്ധീകരിക്കണം, ഇതിൽ നിന്ന് പതിര് നീക്കണം എന്നുള്ള ആശയം ശക്തമാക്കുക. ജൂത കൂട്ടക്കുരുതികൾക്കൊക്കെ കാരണമായിട്ടുള്ള ആശയമാണ്. അവർ നമ്മൾ എന്നുള്ള ആശയം വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുക. 1998 പ്രാക്സ്റ്റന്റെ പേപ്പറിൽ അദ്ദേഹം 5 സ്റ്റേജസ് ഓഫ് ഫാസിസം, 5 സ്റ്റേജുകളുണ്ട്. അദ്ദേഹം 5 സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തുന്നത്. ഇന്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ, റൂട്ടിംഗ്, അറൈവൽ ടു പവർ, എക്സസൈസ് ഓഫ് പവർ, റാഡിക്കലൈസേഷൻ ഓർ എൻട്രോപ്പി. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ, ബൗദ്ധികമായിട്ട് where disillusionment with popular democracy manifests itself in discussions of lost national vigor. നമ്മുടെ ജാത്യാഭിമാനം, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ പോപ്പുലറായിട്ടുള്ള ഡെമോക്രസിയുടെ മൂല്യങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ജാത്യാഭിമാനത്തിൻ്റെതായ വംശ മഹിമയുടേതായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക. റൂട്ടിംഗ്, വേരുപിടിക്കുക. എങ്ങനെയാണ്? പൊളിറ്റിക്കൽ ഡെഡ്ലോക്ക്, രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികൾ, പോളറൈസേഷൻ, വിഭാഗീയത, ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ആശയങ്ങളിലൂടെ വേരുപിടിക്കുക. അറൈവൽ ടു പവർ, കൺസർവേറ്റീവ് സീക്കിംഗ് ടു കൺട്രോൾ റൈസിംഗ് ലെഫ്റ്റിസ്റ്റ് ഒപ്പോസിഷൻ ഇൻവൈറ്റ് ഫാസിസ്റ്റ്. പലപ്പോഴും പാരമ്പര്യവാദികൾ, പാരമ്പര്യത്തെ ഇഷ്ടപ്പെടുന്നവർ ഇവരെ താലം കൊടുത്ത് സ്വീകരിച്ച് അധികാര കസേരയിൽ ഇരുത്തും. എങ്ങനെയാണ് മുസോളിനിയെ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ നേതാവായിട്ട് രാജാവ് ക്ഷണിച്ചത്? അതുപോലെ എക്സസൈസ് ഓഫ് പവർ, where the movement and its charismatic leader controlled the state in balance with the state institutions such as police, traditional elites, clergy, മതപുരോഹിതന്മാരും രാഷ്ട്രീയ ദല്ലാൾമാരും കോർപ്പറേറ്റുകളുമായിട്ടൊക്കെ ചേർന്ന് അധികാരത്തെ അരക്കിട്ട് ഉറപ്പിക്കുക. റാഡിക്കലൈസേഷൻ ഓർ എൻട്രോപ്പി, രാഷ്ട്രത്തെ സമൂലമായിട്ട് മാറ്റുക. അല്ലെങ്കിൽ നമ്മുടെ ഇറ്റലിയിൽ സംഭവിച്ചതുപോലെ ട്രഡീഷണൽ അതോറിറ്റേറിയൻ റൂൾ ആസ് ഡിഡ് ഇൻ ഫാസിസ്റ്റ് ഇറ്റലി, അല്ലെങ്കിൽ ജർമ്മനിയിൽ സംഭവിച്ചതുപോലെ രാജ്യത്തെ സമൂലമായിട്ട് മാറ്റി തീർക്കുക. ഇങ്ങനെയുള്ള 5 സ്റ്റേജുകളിൽ കൂടെയാണ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് അതിൻ്റെ അധികാരത്തെ ഉറപ്പിക്കുന്നത് എന്നാണ് പാക്സ്റ്റൺ പറയുന്നത്. ഇതാരാണ്? ഉംബർട്ടോ എക്കോയുടെ ഒരു വിഖ്യാതമായിട്ടുള്ള നോവലുണ്ട്. അദ്ദേഹം ഇറ്റാലിയൻ നോവലിസ്റ്റായിരുന്നു. ഈ മുസോളിനിയുടെയൊക്കെ കാലം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ദ നെയിം ഓഫ് ദ റോസ്, ഈ നെയിം ഓഫ് ദ റോസ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള നോവൽ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഒരു കൊവേന്തയിൽ നടക്കുന്ന ഒരു കൊലപാതകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രില്ലർ നോവലാണ് നെയിം ഓഫ് ദ റോസ്. അപ്പോൾ അദ്ദേഹം ഈ ഫാസിസത്തിൻ്റെ 14 ലക്ഷണങ്ങൾ, എങ്ങനെയാണ് ഫാസിസം അതിൻ്റെ രൂപമെടുക്കുന്നത്, എങ്ങനെയാണ് അത് ജനതകളെ ഭരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം 14 ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അത് വളരെ വിഖ്യാതമാണ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഉംബർട്ടോ എക്കോയുടെ ഈ 14 ലക്ഷണങ്ങൾ. ദ കൾട്ട് ഓഫ് ട്രഡീഷൻ, പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങൾ. റിജക്ഷൻ ഓഫ് മോഡേണിസം, വളരെ പ്രധാനമാണ്. റിജക്ഷൻ ഓഫ് മോഡേണിസം, എൻലൈറ്റ്മെൻറ്റിൻ്റെ, നവോത്ഥാനത്തിൻ്റെ, ഏജ് ഓഫ് റീസണിൻ്റെ എല്ലാ ആശയങ്ങളും, പുരോഗമനപരമായ എല്ലാ ആശയങ്ങളെയും നിരാകരിക്കുക. ദ കൾട്ട് ഓഫ് ആക്ഷൻ ഫോർ ആക്ഷൻ സെയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിച്ചാൽ മതി, നിങ്ങൾ ചിന്തിക്കണ്ട. ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള ചിന്തയെ പൂർണ്ണമായിട്ടും നിരാകരിക്കുക. പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, പ്രവൃത്തിയിൽ മാത്രം. ഡിസഗ്രിമെൻറ്റ് ഈസ് ട്രീസൺ,
നിങ്ങൾ അധികാര രൂപത്തിനെതിരെ, ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ അത് വഞ്ചനയാണ്, ട്രീസൺ. ഫിയർ ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പരഗോത്ര വിദ്വേഷം. ഇമിഗ്രൻസായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നവർ, നമ്മളല്ലാതെ നമ്മുടെ രാജ്യത്ത് അധിവസിക്കുന്ന രണ്ടാമത്തെ ജനത, അവര് ഭയപ്പെടേണ്ടവരാണ് എന്ന ധാരണ ഫാസിസം ശക്തമാക്കും. അപ്പീൽ ടു സോഷ്യൽ ഫ്രസ്ട്രേഷൻ മധ്യവർഗത്തെ ഏറ്റവും കൂടുതൽ അവർ സ്വാധീനിക്കും. നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളെ മുതലെടുത്ത് മധ്യവർഗത്തെ കൂട്ടുപിടിച്ചാണ് പലപ്പോഴും ഫാസിസം വളർന്നിട്ടുള്ളത്. ഒബ്സഷൻ വിത്ത് എ പ്ലോട്ട്, ദ ഫോളോവേഴ്സ് മസ്റ്റ് ഫീൽ ബിസീജ്ഡ്. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണെന്ന് ആ ജനതയെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. ദ ഈസിയസ്റ്റ് വേസ് ടു സോൾവ് ദ പ്ലോട്ട് ഈസ് ദ അപ്പീൽ ടു സീനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? പരഗോത്രങ്ങളോടുള്ള, മറ്റ് ഗോത്രങ്ങളോടുള്ള ഭയം, മറ്റ് ജനതകളോടുള്ള ഭയം, അതിനെ വളർത്തുക. ദ എനിമി ഈസ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക്. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ ആശയത്തെ പറഞ്ഞ് സ്ഥാപിക്കുക. നിങ്ങളുടെ ശത്രു ശക്തനാണ്, പക്ഷെ അതേസമയം ദുർബലനുമാണ്. നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ കൈകാര്യം ചെയ്യണം, കാരണം അവൻ ശക്തനാണ്. ദ എനിമി ഈസ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക്. പാസിഫിസം ഈസ് ട്രാഫിക്കിംഗ് വിത്ത് എനിമി. അതായത് ഈ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പോരാടുകയല്ല, പോരാടാൻ വേണ്ടി ജീവിക്കുകയാണ്. ലൈഫ് ഈസ് ലീവ്ഡ് ഫോർ സ്ട്രഗിൾ എന്നുള്ള ആശയം. കണ്ടംപ്റ്റ് ഫോർ ദ വീക്ക്, ദുർബലരോടും പാവങ്ങളോടുമുള്ള അസഹിഷ്ണുതയും അവഗണനയും. എവ്രിബഡി ഈസ് എഡ്യൂക്കേറ്റഡ് ടു ബിക്കം ഹീറോ. ഗ്രാൻഡിയോസിറ്റിയിൽ അധിഷ്ഠിതമായ, ഹീറോയിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങൾ. മാസ്കിസ്മോ ആൻഡ് വെപ്പണറി. മാക്കിസ്മോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആണധികാരത്തിൻ്റെ, മെസ്കുലിനിറ്റിയുടെ ആഘോഷം. അതേസമയം ശുദ്ധിവാദം, പ്യൂരിറ്റാനിസ്റ്റ് ആയിട്ടുള്ള വാദങ്ങൾ, ചില സെക്ഷൽ പ്രാക്ടീസുകളുടെ, ഉദാഹരണത്തിന് നമ്മുടെ ഹോമോസെക്ഷുവാലിറ്റിയോടൊക്കെയുള്ള കടുത്ത വിദ്വേഷം. സെലക്റ്റീവ് പോപ്പുലിസം. എന്താണ് സെലക്റ്റീവ് പോപ്പുലിസം? ഒരു കുറച്ച് ഗ്രൂപ്പിൻ്റെ മാത്രം ആശയങ്ങൾ ഒരു ജനതയുടെ മുഴുവൻ അഭിപ്രായമായിട്ട് അവതരിപ്പിക്കുക. A selected group of citizens can be presented and accepted as the voice of people. ഒരു ജനതയുടെ ശബ്ദമായിട്ട് വളരെ ചുരുങ്ങിയ ആളുകളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ആൻഡ് ന്യൂ സ്പീക്ക്. എന്താ ന്യൂ സ്പീക്ക്? പുതിയ ചില പദങ്ങൾ, ചില പദാവലികൾ, ചില വാക്കുകൾ ഭാഷയിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിമർശനത്തെ അതിജീവിക്കാനായിട്ട് ഒരു പുതിയ ഭാഷയെ തന്നെ നിർമ്മിക്കുക. ഇതാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാനപരമായ 14 ലക്ഷണങ്ങളായി ഉംബർട്ടോ എക്കോ പറയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ 14 ലക്ഷണങ്ങളും വേണ്ട, ഫാസിസം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറയാൻ. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫാസിസമായി. ഇപ്പോൾ നമ്മുടെ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ സജീവ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്, ഇന്ത്യയിൽ ഇന്ന് ഫാസിസം ഉണ്ടോ, അതോ ഫാസിസത്തിൻ്റെ ഒരു ശബ്ദഭേരി, അല്ലെങ്കിൽ അവരുടെ ഒരു രണകാഹളം മാത്രമേ കേൾക്കുന്നുള്ളൂ, അത് പടിവാതിക്കലെത്തിയുള്ളൂ? യഥാർത്ഥത്തിൽ എന്താണ് പിക്ചർ? ഇതിൻ്റെ ഉംബർട്ടോ എക്കോ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഇന്ത്യയിൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഫാസിസം ഉണ്ടോ? കാഞ്ചായേലയെ പോലെയുള്ള രാഷ്ട്രീയ ചിന്തകർ ഈ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. ഈ യൂറോപ്യൻ ഫാസിസം എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലിൽ വിശ്രമിക്കുന്ന ഒരു വെള്ളപ്പാമ്പാണ്. എ വൈറ്റ് സ്നേക്ക് ഇൻ ഗ്രീൻ ഗ്രാസ്. എളുപ്പത്തിൽ തിരിച്ചറിയാം. യൂറോപ്യൻ ഫാസിസത്തിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാം. ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഫാസിസം എ ഗ്രീൻ സ്നേക്ക് ഇൻ ഗ്രീൻ ഗ്രാസ്. പച്ചപ്പുല്ലിൽ വിശ്രമിക്കുന്ന പച്ചപ്പാമ്പ്. അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. യൂറോപ്യൻ ഫാസിസത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇന്ത്യൻ ഫാസിസം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ വലിയൊരു ഗസ്റ്റേഷണൽ പീരീഡ്, വലിയൊരു ഗർഭകാലാവധിക്ക് ശേഷമാണ് ഇന്ത്യൻ ഫാസിസം അതിൻ്റെ തലപൊക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയൊക്കെ ചരിത്രത്തിൻ്റെ ആരംഭത്തിലേക്ക്, ഒരുപക്ഷെ അതിനും പിന്നിലേക്ക് നമുക്ക് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വേരുകൾ കണ്ടെത്താൻ പറ്റും.
അത് വേറൊന്നുമല്ല, ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം, ഹിന്ദു റിവൈവലിസം, ഹിന്ദുത്വ ആശയങ്ങളുടെ സംസ്ഥാപനം അല്ലെങ്കിൽ പുനരുദ്ധാരണം എന്നൊക്കെയുള്ള ആശയങ്ങളിലൂടെ കടന്നു വന്ന ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ, ഇതൊക്കെ ഇന്ത്യൻ ഫാസിസത്തിൽ വന്നിട്ടുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണികമാണ്. ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണികമാണ്. അതായത് ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ വാല്യൂ സിസ്റ്റം, അവരുടെ ആശയങ്ങൾ, അതൊരു ജനതയെ പറഞ്ഞു പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന വഴിയായിട്ട് ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു ക്രമം സമൂഹത്തിൽ നിർത്തുക. ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയാണ്. ആ ജാതിയുടെ വിവിധ രൂപങ്ങളായി, വിവിധ പരികൽപ്പനകളായി ബ്രാഹ്മണ്യം എങ്ങനെയാണ് ജാതി വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ അടിസ്ഥാനം. അത് പച്ചപ്പാമ്പ് പച്ചപ്പുല്ലിൽ വിശ്രമിക്കുന്നത് പോലെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാറില്ല എന്നേ ഉള്ളൂ. ഇത് വിൽഹം റേക്കിൻ്റെ വിഖ്യാതമായിട്ടുള്ള ഒരു കോട്ടാണ്. ഫാസിസം ഈസ് ഓൺലി പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് എക്സ്പ്രഷൻ ഓഫ് ദ ആവറേജ് ഹ്യൂമൻ ക്യാരക്ടർ. എവിടെ നിന്നാണ് ഇത് വരുന്നത്? യഥാർത്ഥത്തിൽ ഫാസിസം എവിടെ നിന്നാണ് വരുന്നത്? അത് ഇറ്റലിയിൽ നിന്നാണോ, ജർമ്മനിയിൽ നിന്നാണോ? 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥമാണോ അതിനെ ലോകത്തിന് കൊടുത്തത്? അതിന് മുമ്പുണ്ടായിരുന്ന നെപ്പോളിയൻ ബൊണോപ്പാർട്ട്, ഹി ക്രൗൺഡ് ഇൻ 1804, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളായിരുന്നോ? രാജഭരണം ഫാസിസമായിരുന്നോ? എങ്ങനെയാണ് ഫാസിസം മനുഷ്യരാശിയെ തലമുറകളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ, അതിൻ്റെ ചരിത്രത്തിലൂടെ പിന്തുടർന്നത്? എന്താണ് ഫാസിസം എന്ന് പറയുന്നത്? അതിനെ നിർവചിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഫാസിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് എക്സ്പ്രഷനാണ്. എന്തിൻ്റെ? ആവറേജ് ഹ്യൂമൻ ക്യാരക്ടറിൻ്റെ, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിർമ്മിതി മാത്രമാണ് ഫാസിസം. അടിസ്ഥാന മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ നിർമ്മിതി, ഒരു രാഷ്ട്രീയ നിർമ്മിതി മാത്രമാണ് യഥാർത്ഥത്തിൽ ഫാസിസം. ഈ ആശയമാണ് ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, ട്രൈബലിസമാണ്. ട്രൈബലിസം എന്താണ്? ട്രൈബലിസം ഗോത്രീയത, ഗോത്രബോധം, അതാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാനം. ട്രൈബലിസമാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാനം. ഈ ട്രൈബലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈബലിസത്തിൻ്റെ ലക്ഷണം എന്താണ്? എ പൊസഷൻ ഓഫ് സ്ട്രോങ് കൾച്ചറൽ ഓർ എത്നിക് ഐഡന്റിറ്റി that separates one member of a group from the members of another group. സ്വന്തം വർഗത്തെക്കുറിച്ച്, വർഗത്തിൻ്റെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വ്യത്യസ്തരാണ് മറ്റുള്ളവരിൽ എന്നുള്ള ബോധം, ബേസ്ഡ് ഓൺ സ്ട്രോങ് റിലേഷൻസ് ഓഫ് പ്രോക്സിമിറ്റി ആൻഡ് കിൻഷിപ്പ്, രക്തബന്ധത്തിലും സാമീപ്യത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിംഗ്. ഇതാണ് ആദിമ ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ ട്രൈബലിസം, ഗോത്രീയത എങ്ങനെയാണ് നമ്മുടെ സ്പീഷ്യസിനെ നിർമ്മിച്ചത് എന്ന് ആലോചിക്കുന്നത് വളരെ രസാവഹമാണ്. ഇത് ആഫ്രിക്കയിലെ ഗോത്രവർഗക്കാരിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളാണ് ട്രൈബലിസത്തിൻ്റെ, ഗോത്രീയതയുടെ. The good of the group comes ahead of the good of the individual. വ്യക്തി പ്രസക്തനെയല്ല, പ്രസ്ഥാനമാണ് വലുത്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. വ്യക്തി പ്രസക്തമല്ല, പ്രസ്ഥാനമാണ് വലുത്. ഇത് പുരോഗമന ആശയങ്ങൾക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്. ആധുനിക മൂല്യങ്ങൾ എന്താ പറയുന്നത്? വ്യക്തി പ്രധാനമാണ്, വ്യക്തി വളരെ പ്രധാനമാണ്. പക്ഷേ ഈ ഗോത്രീയതയുടെ ബോധം എന്താണ്? വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഗോത്രമാണ് വലുത്. ഓൾ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ ഗ്രൂപ്പ്. ഇത് ആഫ്രിക്കൻ ട്രൈബുകളിൽ നടത്തിയ പഠനങ്ങൾ പുറത്തു കൊണ്ടുവന്ന ചില ലക്ഷണങ്ങളാണ്. സ്ട്രോങ് ഫീലിംഗ് ഓഫ് ലോയൽറ്റി ടു ദ ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി. സ്വഗോത്ര സ്നേഹം, ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി. ഇമ്പോർട്ടൻറ്റ് സെറിമണീസ് അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പേഴ്സൺസ് ലൈഫ്. ഗോത്രം മുന്നോട്ട് വയ്ക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. എ സ്പെഷ്യൽ ഏജ് ആൻഡ് വർക്ക് അസോസിയേഷൻ. നിങ്ങൾക്ക് ആ
ഗോത്രത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു റോൾ ഉണ്ടാവും, ഒരു പൊസിഷൻ ഉണ്ടാവും. എ ഡീപ്പ് റെസ്പെക്ട് ഫോർ ആൻസസ്റ്റേഴ്സ്, പാരമ്പര്യത്തോട്, പൂർവികരോടുള്ള ബഹുമാനം. റിലീജിയൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എവരിഡേ ലൈഫ്. ആ ഗോത്രം മുന്നോട്ട് വയ്ക്കുന്ന മതം അല്ലെങ്കിൽ മതാത്മകത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തീരും. ഡീപ്പ് ഗവൺമെൻറ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ചീഫ്സ്. ഗോത്രത്തലവനാൽ ഭരിക്കപ്പെടുന്ന സമൂഹം. ഇതൊക്കെയാണ് ആ പഠനങ്ങൾ പുറത്തു കൊണ്ടുവന്ന ചില ലക്ഷണങ്ങൾ. സിംബൽസ്, ടാബൂസ്, ലീഡർ, ഗ്രൂപ്പിഷ്നെസ്, ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി, ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. സിംബൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അടയാളങ്ങൾ, ചിഹ്നങ്ങൾ. എല്ലാ ഗ്രൂപ്പുകൾക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമൂഹങ്ങൾക്ക്, ഗോത്രങ്ങൾക്കെല്ലാം അവരുടേതായ അടയാളങ്ങൾ, ശരീരത്ത് പച്ച കുത്തിയിരിക്കുന്ന അടയാളങ്ങൾ, കൊടികൾ, അല്ലെങ്കിൽ കിരീടത്തിലുള്ള, അങ്ങനെ നിരവധിയായിട്ടുള്ള സിംബൽസ്. ടാബൂസ്, എന്താണ് ടാബൂസ്? നിയന്ത്രണങ്ങൾ. അത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, അവിടെ വരെ പോകണം, അത് കഴിഞ്ഞ് പോകാൻ പാടില്ല. നിയന്ത്രണങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള വിലക്കുകൾ. ലീഡർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിസ്മാറ്റിക് പ്രഭാവമുള്ള, വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവ്. ഗ്രൂപ്പിഷ്നെസ്, സംഘം ചേരാനുള്ള പ്രവണത, സംഘബോധം. ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി, സ്വഗോത്ര സ്നേഹം. ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി, മറ്റു ഗോത്രങ്ങളോടുള്ള വിരോധം. അപരഗോത്ര അല്ലെങ്കിൽ പരഗോത്ര വിരോധം. ഇതൊക്കെയാണ് ട്രൈബലിസത്തിൻ്റെ അടിസ്ഥാനം. റോബർട്ട് മോറിസ് സാപ്പോൾസ്കി, അദ്ദേഹം ഒരു അമേരിക്കൻ ന്യൂറോ എൻഡോക്രൈനോളജിസ്റ്റും ഒരു ഗ്രന്ഥരചയിതാവുമാണ്, ബയോളജിയുടെ പ്രൊഫസറുമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ആശയങ്ങൾ വളരെ രസാവഹമാണ്. അദ്ദേഹം 2017 ഒരു പുസ്തകം എഴുതി, ബിഹേവ് ദ ബയോളജി ഓഫ് ഹ്യൂമൻസ് അറ്റ് അവർ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ്. ഒരുപാട് വായിക്കപ്പെട്ട പുസ്തകമാണ്. അദ്ദേഹം കെനിയയിലായിരുന്ന സമയത്ത് പ്രൈമേറ്റ്സ്, ബബൂൺസ് എന്ന് പറയുന്ന പ്രൈമേറ്റ്സിൽ വളരെ കാലം പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെയാണ് അദ്ദേഹം ഈ പ്രൈമേറ്റുകളുടെ സ്വഭാവത്തെക്കുറിച്ച്, അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഉള്ള നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നത്. മനുഷ്യനോട് പരിണാമത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രൈമേറ്റ് വിഭാഗം ഏതാണ്? ചിമ്പൻസികളാണ്. ചിമ്പൻസികളും നമ്മളും തമ്മിൽ ഏതാണ്ട് 98% ജനിതക ഘടനയ്ക്ക് സാമ്യങ്ങളുണ്ട്. ഏറ്റവും അവസാനം പരിണാമത്തിൻ്റെ വൃക്ഷത്തിൽ നിന്ന്, പരിണാമശാഖയിൽ നിന്ന്, നമ്മളിൽ നിന്ന്, പൊതുപൂർവികനിൽ നിന്ന് വിട്ടുപോകുന്ന രണ്ട് ധാരണകളുടെ രണ്ടറ്റമാണ് ചിമ്പൻസിയും ഹോമോസാപ്പിയനും. ഹോമോസാപ്പിയൻസിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 2 ലക്ഷം വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ അദ്ദേഹം സാപ്പോൾസ്കി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? റോബർട്ട് എം സാപ്പോൾസ്കി, ബിഹേവ് ദ ബയോളജി ഓഫ് ഹ്യൂമൻസ് അവർ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ്. വി ആർ ഓൾ പ്രോൺ ടു ട്രൈബലിസം. നമ്മളെല്ലാവരും ഗോത്രീയതയിലേക്ക് വീഴാനുള്ള ഗോത്ര സ്വഭാവമുള്ള ആളുകളാണ്. ഒരു സ്ട്രെയിഞ്ചറെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, പരിചയമില്ലാത്ത ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, അവൻ ഞാനാണോ, എൻ്റെ കൂടെയുള്ളവനാണോ, അപരനാണോ എന്നുള്ള സംശയമാണ് നമ്മളെ പ്രധാനമായിട്ടും മഥിക്കുന്നത്. റേസിസം, പൊളിറ്റിക്കൽ പോളറൈസേഷൻ, ഒരുപാട് മുൻവിധികൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ട്രൈബലിസത്തോടുള്ള നമ്മുടെ ഈ തുറവിയാണ്. നമ്മുടെ ട്രൈബലിസത്തിലേക്ക് വീഴാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ സ്വാഭാവിക പ്രവണതയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അദ്ദേഹം പറയുന്നത് എന്താണ്? പ്രൈമേറ്റ്സ് ആർ ഹാർഡ് വയർഡ് ഫോർ അസ് ആൻഡ് ദം ഡൈക്കോട്ടമീസ്. മനുഷ്യൻ മാത്രമല്ല, പ്രൈമേറ്റ് വിഭാഗങ്ങളിലൊക്കെ പൊതുവായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് അസ് ആൻഡ് ദം എന്നുള്ള ഡൈക്കോട്ടമിയെ സൃഷ്ടിക്കുക. നമ്മളും അവരും. ചിമ്പൻസീസിലും ബബൂൺസിലും ഒക്കെ ഇതുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് പ്രെഡേറ്റ്സ് മാൻ. ഹോമോസാപ്പിയൻസിൻ്റെ ഒക്കെ ജനനത്തിനും മുമ്പേ, ഹ്യൂമനോയിഡ്സുകളുടെയൊക്കെ ജനനത്തിനും മുമ്പേ ഉള്ള ഒരു സംഗതിയാണ് ഈ ട്രൈബലിസം, ഗോത്രീയത. പരിണാമത്തിൽ അത് നമ്മളിലൊക്കെ ഹാർഡ് വയേർഡാണ്. അവർ ബ്രെയിൻസ് ഡിറ്റക്ട് ദം ഇൻ ലെസ് ദാൻ 100 millisecond. 100 millisecondiനുള്ളിൽ ഈ അസ് ആൻഡ് ദം എന്ന് പറയുന്ന ഡൈക്കോട്ടമിയിൽ നമ്മുടെ തലച്ചോറ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്.
അദ്ദേഹം പറയുന്നത് ഇത് വളരെ നിരാശാജനകമാണ്, പക്ഷേ ഇത് സത്യമാണ്. നമുക്ക് മറ്റു പ്രൈമേറ്റ്സുകളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ഈ അസ് ആൻഡ് ദം ഡൈക്കോട്ടമി ഉണ്ടെങ്കിലും നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്? നമ്മുടെ വികസിതമായിട്ടുള്ള മസ്തിഷ്കം, ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിൻ സ്റ്റം, ആദിമ മസ്തിഷ്കം, പിന്നീട് കടന്നു വരുന്ന ലിംബിക് സിസ്റ്റം ഒക്കെയുള്ള വികാര മസ്തിഷ്കം, ഏറ്റവും പുതിയതായിട്ട് വരുന്ന നിയോകോട്ടക്സ്. ഈ നിയോകോട്ടക്സിൽ മനുഷ്യനിൽ ഏറ്റവും വികാസം പ്രാപിച്ച ലോബാണ് ഫ്രോണ്ടൽ ലോബ്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള പെരുമാറ്റ രീതികളെയൊക്കെ നിർണ്ണയിക്കുന്നത് ഈ ഫ്രോണ്ടൽ ലോബൊക്കെയാണ്. അപ്പോൾ ഈ വികസിത മസ്തിഷ്കം കൊണ്ട് ഈ ഗോത്രീയതയെ, ട്രൈബലിസത്തെ, അസാന്തം ഡൈക്കോട്ടമിയെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്ന ഇതാണ്: ഈവൻ ഇഫ് we are predisposed into dividing the world into us and them, it is incredibly easy to manipulate us as to who is an us and who is a them at any given time. ചുരുക്കത്തിൽ നമുക്കിങ്ങനെ ഒരു ഡൈക്കോട്ടമി ഉണ്ടെങ്കിലും ആരാണ് ഞങ്ങൾ, ആരാണ് അവർ, ആരാണ് എൻ്റെ കൂടെയുള്ളവർ, ആരാണ് അപരർ എന്നുള്ള നമ്മുടെ സങ്കല്പത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതിനൊരു ഉദാഹരണമാണ്, നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് പൊളിറ്റിക്കലി അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ, രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് അയാളോട് യോജിക്കാനേ കഴിയില്ല. നിങ്ങൾ അയാളെ പരഗോത്രത്തിൽ അപരൻ, എൻ്റെ കൂടെ ഇല്ലാത്തവൻ എന്നുള്ള ഗണത്തിൽ പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി, നിങ്ങൾ ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ കാണാനായിട്ട് ഒരു ഗ്രൗണ്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആർപ്പ് വിളിക്കുന്ന ടീമിന് വേണ്ടി അയാളും നിങ്ങളുടെ അടുത്ത് നിന്ന് ആർപ്പ് വിളിക്കുകയാണ് എന്നിരിക്കട്ടെ, അയാളെ വളരെ പെട്ടെന്ന് നിങ്ങൾ സ്വഗോത്രത്തിൽ പെട്ടെന്ന് ചേർക്കും. അത്ര എളുപ്പത്തിൽ ഒരു സ്പോർട്സ് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരുമിച്ച് ആർപ്പ് വിളിക്കുന്ന, ഒരു ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ആളുകൾ ഒരു ഗോത്രമായി തീരുന്നു. ശരിക്കും പരസ്പരം പോരടിച്ചിരുന്ന അല്ലെങ്കിൽ പോരടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗോത്രീയ സ്വഭാവത്തെയാണ് നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അച്ചടക്കത്തിലേക്ക് ചുരുക്കിയത്. അതുപോലെ പരിണാമപരമായിട്ടുള്ള നമ്മുടെ ഇത്തരം പ്രവണതകളെ നമുക്ക് അതിജീവിക്കാനും മറികടക്കാനും സാധിക്കും. ശാസ്ത്രീയ ചിന്താഗതിയും യുക്തിചിന്തയും എങ്ങനെയാണ് ന്യൂറോബയോളജിക്കലി ഈ ട്രൈബലിസവും അതിൽ നിന്ന് രൂപമെടുക്കുന്ന ഫാസിസം പോലെയുള്ള രാഷ്ട്രീയ നിർമ്മിതികളും നമ്മെ സ്വാധീനിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു നടക്കാനും സ്വയം തിരുത്താനും സാധിക്കും. ഇത് നേച്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സയൻസ് ജേണലാണ് നേച്ചറിൽ 2011 ഷുട്സ് ആൻഡ് എറ്റോൾ അവർ പ്രസിദ്ധീകരിച്ച ഒരു പ്രശസ്തമായിട്ടുള്ള ലേഖനമാണ് സ്റ്റെപ്പ് വൈസ് എവല്യൂഷൻ ഓഫ് സ്റ്റേബിൾ സോഷ്യാലിറ്റി ഇൻ പ്രൈമേറ്റ് വിഭാഗങ്ങളിലുണ്ടായ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ഉണ്ടായ സാമൂഹിക പരിണാമം, അതിനെക്കുറിച്ചാണ് ആ ലേഖനം പറയുന്നത്. എന്താണ് ആ ലേഖനത്തിൻ്റെ നക്ഷല്? ഈ ലേഖനത്തിലൂടെ ഏതാണ്ട് 217, ഈ ലേഖനത്തിലല്ല, ഈ സ്റ്റഡിയിൽ, ഈ പഠനത്തിൽ 217ഓളം പ്രൈമേറ്റ് ഗ്രൂപ്പുകളെ വളരെ കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ട്. 74 മില്യൺ വർഷങ്ങളുടെ പരിണാമപരമായ സ്വഭാവത്തെ ആ പഠനത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഈ സ്വഭാവത്തെ, ബിഹേവിയറിനെ പരിണാമപരമായി പഠിക്കുമ്പോൾ നമുക്ക് വലിയൊരു പരിമിതിയുണ്ട്. എന്താ അത്? എവല്യൂഷണറി ബയോളജി അല്ലെങ്കിൽ എവല്യൂഷണറി സൈക്കോളജിയുടെ ഒക്കെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എന്താണ്? ക്യാരക്ടർ എന്ന് പറയുന്നത് ഫോസിലൈസ് ചെയ്യപ്പെടില്ല. നിങ്ങളുടെ എല്ലുകളും പല്ലുകളും മുടിയും ഒരു മനുഷ്യൻ തന്നെ മൊത്തത്തിലെ അല്ലെങ്കിൽ ഒരു ജീവി തന്നെ അങ്ങനെ ഒരു ലാവയിലോ അല്ലെങ്കിൽ ഒരു മരക്കറയിലോ ഒക്കെ ഫോസിലൈസ് ചെയ്യപ്പെടാം. പക്ഷേ നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നു ആ ഗോത്ര മനുഷ്യൻ ചിന്തിച്ചിരുന്നത്, ആ ജീവിവർഗം ചിന്തിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം, അവർ കഥകൾ പറഞ്ഞിരുന്നോ, അവർ കലകൾ ആസ്വദിച്ചിരുന്നോ, അവർ ഗോസിപ്പ് ചെയ്തിരുന്നോ, അവർ ഒരുമിച്ച് വേട്ടയാടുമ്പോൾ ഏത് രീതികളാണ് അവർ ഫോളോ ചെയ്തിരുന്നത്, അവരുടെ ചിന്തകൾ എന്തായിരുന്നു, വിശ്വാസങ്ങൾ എന്തായിരുന്നു, അവരുടെ സാമൂഹ്യ ജീവിതം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇതൊന്നും ഫോസിലൈസ് ചെയ്യപ്പെടില്ല.
അവരുടെ മറ്റ് തെളിവുകളിൽ നിന്ന്, ഫോസിൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റ് തെളിവുകളിൽ നിന്ന് നമുക്ക് ഏകദേശ അനുമാനങ്ങളിൽ എത്തിച്ചേരാൻ മാത്രമേ കഴിയൂ. അതൊരു വലിയ പരിമിതിയാണ്. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വലിയൊരു പരിമിതിയാണ്. ഉദാഹരണത്തിന് ഗുഹാചിത്രങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു 30,000-40,000 തർക്കമുണ്ട്, അത്രയും വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, ബോട്ട്, വളരെ കൃത്യമായിട്ടുള്ള വേട്ടയാടലുകൾ, ഇതൊക്കെ നടന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 60,000-70,000 വർഷമായിട്ടുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ ഊഹിക്കുന്നത് എന്ത്, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മുടെ സ്പീഷ്യസിന് 2 ലക്ഷം തൊട്ട് 3 ലക്ഷം വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഏതാണ്ട് 70,000 വർഷങ്ങൾക്ക് മുമ്പ് ബൗദ്ധികമായിട്ടുള്ള ഒരു പരിണാമം, ഒരു കുതിച്ചുചാട്ടം സംഭവിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അതിനുശേഷം ഇത്രയും വലിയൊരു പുരോഗതി ഈ സ്പീഷ്യസ് നേടിയത്. പിന്നീട് അത് കൃഷിയിലേക്കും, 12,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയിലേക്കും, നഗരരാഷ്ട്രങ്ങളുടെ നിർമ്മാണത്തിലേക്കും, സംസ്കാരങ്ങൾ, സിവിലൈസേഷൻ, നാഗരികതകൾ, പിന്നീട് എഴുത്ത്, വായന, അതുപോലെ ആധുനിക ജനാധിപത്യം, എൻലൈറ്റ്മെൻറ്റ്, ശാസ്ത്ര പുരോഗതി, ഇങ്ങനെ മനുഷ്യർ നേടിയിട്ടുള്ള എല്ലാം ഈ സാമൂഹിക ജീവിതത്തിൻ്റെയും ഗോത്ര ജീവിതത്തിൻ്റെയൊക്കെ ബാക്കി പത്രമാണ്. മനുഷ്യർ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയത്, കൃഷി തുടങ്ങിയത് തൊട്ടാണെന്ന് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. അന്ന് തൊട്ടാണ് നമുക്ക് ചരിത്രം ഉണ്ടാകുന്നത്. അതുവരെ ചരിത്രമില്ല. ഒരു ഗോത്രം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുമ്പോൾ എന്താ ബാക്കി വയ്ക്കുന്നത്? അവരുടെ ഗോത്ര ചിഹ്നങ്ങളടക്കം അവരെടുത്തുകൊണ്ട് പോകും. അവർ ഭക്ഷണം കഴിച്ച് ബാക്കിയാക്കുന്ന ചില എല്ലുകളോ പല്ലുകളോ ചില ഭക്ഷണാവശിഷ്ടങ്ങളോ, അവരുടെ ഗോത്ര ജീവിതത്തിൻ്റെ, ഗുഹാജീവിതത്തിൻ്റെ ബാക്കിയാവുന്ന ചിലതോ, അവർ വരച്ചിട്ട ചില ഗുഹാചിത്രങ്ങളോ, അങ്ങനെ വളരെ ചുരുങ്ങിയ തെളിവുകളെ മാത്രം പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു ഗോത്രം ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി യാത്രയാവുന്നത്. ഹണ്ടർ ഗ്യാദേഴ്സ് കമ്മ്യൂണിറ്റി, വേട്ടക്കാരുടെയും ശേഖരണക്കാരുടെയും സമൂഹം. ആ സമൂഹത്തിന് ചരിത്രമില്ലായിരുന്നു. കൃഷിയാണ് അല്ലെങ്കിൽ അഗ്രികൾച്ചറാണ് നമുക്ക് ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ സമ്മാനിച്ചത്. ഇത് പ്രൈമേറ്റുകളുടെ പരിണാമ ശ്രേണിയാണ്. അതിലേറ്റവും അവസാനം ഡിവൈഡ് ചെയ്യുന്നത് ചിമ്പൻസിയും മനുഷ്യനുമാണ്. ഈ പഠനത്തിലൂടെ, ഈ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലൂടെ അവർ മുൻപോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? കീ ഫൈൻഡിങ് ദ മെയിൻ സ്റ്റെപ്പ് ചേഞ്ച് ഇൻ സോഷ്യൽ ബിഹേവിയർ ഒക്കേർഡ് വെൻ പ്രൈമേറ്റ്സ് switched from being mainly active at night to being more active during the day. രാത്രിയിൽ മാത്രം ഇര തേടിക്കൊണ്ടിരുന്ന ആ പുരാതന പൂർവികർ പിന്നീട് പകൽ സമയത്തും ആക്റ്റീവായി തുടങ്ങി. ഈ പകൽ സമയത്ത് ആക്റ്റീവായുള്ള പ്രശ്നം എന്താ? അവർ വളരെ പെട്ടെന്ന് തന്നെ ആക്രമണങ്ങൾക്ക് വിധേയരാവാനുള്ള സാധ്യതയുണ്ട്. രാത്രിയാണെങ്കിൽ നമുക്ക് ഒളിച്ചും പാത്തും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പകലിൻ്റെ വെളിച്ചത്തിൽ ഇരപിടിയന്മാർ ആ സ്പീഷ്യസിനെ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് നീങ്ങുന്ന സ്വഭാവം അവരിൽ കാലക്രമേണ വളർന്നു വന്നു. ഇത് രണ്ടും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. ഈ ഗ്രൂപ്പിഷ്നെസ്, സംഘം ചേരാനുള്ള പ്രവണത, അതുപോലെ രാത്രിഞ്ചരന്മാരായിരുന്ന നമ്മുടെ പൂർവികർ പകൽ സമയത്തേക്ക് ഇര തേടാനായിട്ട് കടന്നു വരുന്നു. ഇത് രണ്ടും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അതോടുകൂടി ഈ പൂർവികർ ഗ്യാങ് അപ്പ് ചെയ്യാൻ തുടങ്ങി, ഗ്രൂപ്പുകളായിട്ട് തീരാനായിട്ട് തുടങ്ങി. ഇതെന്നാണ് സംഭവിച്ചത്? അന്ന് തൊട്ട് ഈ 2 വിഭാഗമായിട്ട് പ്രൈമേറ്റുകൾ തിരിയുന്നുണ്ട്. അതിലൊരു വിഭാഗം ഈ ഗ്രൂപ്പായിട്ട് ഇര തേടുക എന്നുള്ള ആശയത്തിലേക്ക് കടന്നു വരുന്നു. അവർ പകൽ ഇര തേടി തുടങ്ങി. മറ്റൊരു വിഭാഗം വേറെ രീതിയിൽ പരിണമിച്ചു. ഇത് എത്ര കാലം മുമ്പാണ് സംഭവിച്ചത്? 52 മില്യൺ ഇയേഴ്സ് എഗോ, 52 മില്യൺ ഇയേഴ്സ് ബാക്ക്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം അല്ലേ? 10 ലക്ഷം. അപ്പോൾ 52 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 52 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സ്വഭാവം നമ്മുടെ പൂർവികന്മാർ ആർജിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യരുണ്ടായിട്ട് എത്ര കാലമായി? 2 ലക്ഷം വർഷം. 52 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ ഗ്രൂപ്പിഷ്ണ, സംഘം ചേരുക, സംഘജീവിതം നയിക്കുക എന്നുള്ളത് പരിണാമത്തിൽ സംഭവിച്ച് കഴിഞ്ഞിരുന്നു. ഇറ്റ് പ്രിഡേറ്റ്സ് മാൻ.
സംഘജീവിതം, ഗ്രൂപ്പിഷ്നസ്, ട്രൈബലിസം, ഇതൊക്കെ മനുഷ്യന് മുമ്പേ ജീവിവർഗങ്ങൾ അഡോപ്റ്റ് ചെയ്ത ഒരു അനുകൂലനമാണ്. അതുകൊണ്ട് തന്നെ ഗോത്രജീവിതം അല്ലെങ്കിൽ ഗോത്രീയത എന്ന് പറയുന്നത് നമ്മളിൽ ഹാർഡ് വയേർഡാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ മാത്രമാണ് ഫാസിസം. ഫാസിസത്തിൻ്റെ സ്വഭാവങ്ങൾ ഞാൻ അതാണ് ആദ്യമേ വിശദീകരിച്ചത്. സ്വഗോത്ര സ്നേഹം, പരഗോത്ര വിദ്വേഷം, നമ്മുടെ ഗോത്രം ഏറ്റവും മഹത്താണെന്നുള്ള ചിന്ത, കളക്റ്റീവ് നാർസിസം, ഇരവാദം, ഞങ്ങൾ ഇരയാണ്, മറ്റുള്ളവർ നമ്മളാൽ ആക്രമിക്കപ്പെടേണ്ടവരാണ്, പിടിച്ചടക്കാനുള്ള അഭിവാഞ്ച, അതിർത്തികൾ വികസിപ്പിക്കാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം, ഒരു കരിസ്മാറ്റിക് ലീഡറെ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി, വിശുദ്ധിവാദം, നമ്മുടെ ജനതയുടെ വിശുദ്ധിയിലുള്ള അമിതമായിട്ടുള്ള ധാരണകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇറ്റലിയിലും ജർമ്മനിയിലും ആരംഭിക്കുന്നതിന് മുമ്പേ യഥാർത്ഥത്തിൽ മനുഷ്യനും മുമ്പേ ഉള്ള ഒന്നാണ് ട്രൈബലിസം. അത് ആധുനിക കാലത്ത് രൂപം കൊടുത്ത ഗോത്രീയതയുടെ ഒരു രൂപം മാത്രമാണ് ഫാഷിസം. ഈ ഫാസിസം നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം ഫാഷിസം എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പിന്നെ ആ വാക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഫാസിസം എന്ന് തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഫാഷിസം എന്നുള്ളതാണ് കുറെ കൂടി കൃത്യമായിട്ടുള്ള ഉച്ചാരണം. എങ്ങനെയാണ് അധികാര രൂപം ജനതകളെ ഭരിക്കുന്നത്, എങ്ങനെയാണ് ഈ ആൽഫ മെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ മസ്കുലിനിറ്റിയെ പറ്റിയുള്ള ഗോത്രീയതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പരിണാമപരമായി നമ്മളിലേക്ക് കടന്നു വന്നത്, എങ്ങനെയാണത് രാഷ്ട്രീയ രൂപമാർജിക്കുന്നത്, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ ചലച്ചിത്രം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ദ പ്രസിഡന്റ്. ഇതൊരു ഇറാനിയൻ ഡയറക്ടറായിട്ടുള്ള മോഹ്സൻ മാഖ്മൽബാഫ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം സംവിധാനം ചെയ്തൊരു വിഖ്യാത ചലച്ചിത്രമാണ് 2014. ഈ കഥ നടക്കുന്നത് ഏതോ ഒരു രാജ്യത്താണ്. ഏതാണ് രാജ്യം എന്ന് ഈ കഥ പറയുന്നില്ല. അതായത് ഒരു സൈനിക വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട ഒരു ഏകാധിപതി തൻ്റെ മകനുമായിട്ട് രാജ്യത്തിൻ്റെ അതിർത്തി കടൽ കടന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. ആ ഏകാധിപതി ഡിക്റ്റേറ്റർ തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നേരത്തെ ഒരിടത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് എത്താനായിട്ട് കൊച്ചുമകനുമായിട്ടുള്ള അയാളുടെ യാത്രയാണ് ഈ സിനിമ. എങ്ങനെയാണ് ഫാസിസം ആ രാജ്യത്തെ തകർത്തത് എന്നും മനോഹരമായിട്ട് ദ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏത് രാജ്യത്താണ് ഈ കഥ നടക്കുന്നതെന്ന് പറയുന്നില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ രാജ്യമാകാം. ആ സിനിമ കാണുന്ന പ്രേക്ഷകൻ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ രാജ്യത്താണോ ഈ കഥ നടക്കുന്നത്? അധികാര രൂപങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭരണകൂട ഭീകരത ഇങ്ങനെ നമ്മളെ മാറ്റി തീർക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത അനുവാചകരിൽ അവശേഷിപ്പിച്ചാണ് ആ ചിത്രം സമാപിക്കുന്നത്. അതിലൊരു സീൻ വളരെ ടച്ചിങ് ആണ്. കൊച്ചുമകൻ ഗ്രാൻഡ് ഫാദറിനോട്, ഏകാധിപതിയായിട്ടുള്ള ഗ്രാൻഡ് ഫാദറിനോട്, മുത്തച്ഛനോട് ചോദിക്കുകയാണ്, ചുറ്റും കാണുന്ന ലൈറ്റുകളൊക്കെ ഒന്ന് അണയ്ക്കൂ. അപ്പോൾ ഡിക്റ്റേറ്റർ, ഏകാധിപതി, ഒരു ഫോൺ കോളിലൂടെ ആ രാജ്യത്തെ ലൈറ്റുകൾ, രാത്രി കത്തി നിൽക്കുന്ന എല്ലാ ലൈറ്റുകളും ഒരു ഫോൺ കോളിലൂടെ അണയ്ക്കുകയാണ്. അധികാരം എങ്ങനെയാണ് വളരെ ഡ്രമാറ്റിക്കായ, നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരു ജനതയെ മാറ്റി തീർക്കുന്നതെന്ന് പറയാതെ പറയുകയാണ് ഈ ചലച്ചിത്രം. കൊച്ചുമകൻ അത്ഭുതപ്പെടുന്നു, എനിക്കും ഇതേപോലെ ചെയ്യണമെന്ന് പറയുന്നു. ഒറ്റ ഫോൺ കോൾ കൊണ്ട് ആ രാജ്യത്തെ ഇലക്ട്രിസിറ്റി വിച്ഛേദിച്ച് മകന് ഒരു കാഴ്ച വിരുന്നൊരുക്കുകയാണ് ഏകാധിപതി. അദ്ദേഹം പിന്നീട് ഒരു വിഗും ധരിച്ചൊരു ഗിത്താറും എടുത്ത് ഒരു ജിപ്സിയുടെ വേഷത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ആ ചലച്ചിത്രം കാണണം, വളരെ മികച്ച ഒന്നാണ്. എങ്ങനെയാണ് അധികാരം, അല്ലെങ്കിൽ കരിസ്മാറ്റിക് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ അമിതാധികാര പ്രയോഗം, ഏകാധിപത്യം, ഫാസിസം ഒരു ജനതയെ തകർത്തത് എന്നീ ചലച്ചിത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഹിറ്റ്ലർ ബൈസെക്ഷൽ ആയിരുന്നു എന്നും മെയിൽ പാർട്ട്നേഴ്സ് ഉണ്ടെന്നും ചരിത്രമുണ്ടല്ലോ. അപ്പോൾ ഫാസിസത്തിൻ്റെ പ്രതീകമായി ഹോമോസെക്ഷുവാലിറ്റിയോടുള്ള വെറുപ്പ് അദ്ദേഹത്തിൽ കാണാനാകുമോ? ഡിപ്രഷനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് ട്രാൻസ് എന്ന സിനിമയിൽ വിവരിക്കുന്നുണ്ട്. ഡിപ്രഷൻ കണ്ടെത്തുന്നതിൽ മോഡേൺ സൈക്യാട്രി എത്രമാത്രം
കൃത്യത പുലർത്തണം. ഒരു ഡോക്ടർ പറഞ്ഞാലും സെക്കൻഡ് ഒപ്പീനിയന് പോയ ശേഷം മരുന്ന് തുടങ്ങിയാൽ മതിയോ? രണ്ടാമത്തെ ചോദ്യം ടോപ്പിക്കുമായിട്ട് പ്രസക്തമല്ല, പക്ഷേ സാമൂഹികമായിട്ട് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ രണ്ടിനും ഞാൻ ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, ഹിറ്റ്ലർ ബൈസെക്ഷൽ ആയിരുന്നോ ഹോമോസെക്ഷൽ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. അത് പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഫാസിസം എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ മാത്രം നിർമ്മിതിയല്ല. അതാണ് ഞാൻ ഈ ടോക്കിൽ കൂടെ പറയാൻ ശ്രമിച്ചത്. അത് ട്രൈബലിസത്തിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമാണ്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി ഏത് രീതിയിലുള്ള ലൈംഗിക ജീവിതമാണ് നയിച്ചത് എന്നുള്ളത് ഫാസിസത്തിൻ്റെ പരിപ്രേക്ഷ്യങ്ങളെ സ്വാധീനിക്കുമെന്നോ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളെ അത് കണക്കിലെടുക്കണമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ചുരുക്കത്തിൽ ഹോമോസെക്ഷുവാലിറ്റിയോട്, പ്യൂരിറ്റാനിസത്തോടൊക്കെയുള്ള ഹോമോസെക്ഷുവാലിറ്റിയോടുള്ള വെറുപ്പ്, അതുപോലെ പ്യൂരിറ്റാനിസം, ശുദ്ധിവാദം, ഇതൊക്കെ ഫാസിസത്തിൻ്റെ സ്വഭാവമായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹിറ്റ്ലറുടെ വ്യക്തിജീവിതം അതിൽ വലിയ പ്രസക്തമായൊരു കാര്യമാണ്. അത് ഇതിൽ ഉന്നയിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതാണ് എൻ്റെ ഒരു ആശയം. ഡിപ്രഷനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന അപകടകരമാണെന്ന് ഡിപ്രഷനുള്ള മരുന്നല്ല അത്. ആ സിനിമയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പൊന്ന് സംസാരിച്ചതേ ഉള്ളൂ. വളരെ അപകടകരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തിയ ഒരു സിനിമയാണ് ട്രാൻസ് എന്ന് പറയാൻ ഖേദമുണ്ട്. കാരണം അതിൻ്റെ പ്രധാന ആശയം ഞാൻ പറയാം. ആ സിനിമയ്ക്ക് രണ്ട് ധാരകളുണ്ട്. ഒന്നാമത്തെ ധാര കച്ചവടവൽക്കരിക്കപ്പെട്ട, കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ആൾദൈവ സംസ്കാരത്തെയും ആത്മീയ വ്യാപാരത്തെയൊക്കെ വളരെ പച്ചയായിട്ട് വിമർശിച്ച് കയ്യടി നേടിയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ശാസ്ത്ര പ്രചാരകരും സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ഒക്കെ വളരെ ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പ്, വളരെ മികച്ച ഒരു സിനിമാ പരീക്ഷണം എന്നുള്ള രീതിയിൽ കൂട്ടമായിട്ട് അത് പോയി കാണുകയും അവനവൻ്റെ വാളിക്കോടെ അതിന് ഓരോ കുറിപ്പൊക്കെ എഴുതി കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ഒരു സിനിമയാണ് ട്രാൻസ്. എന്നാൽ യഥാർത്ഥത്തിൽ തുടക്കത്തിൽ കുറച്ച് ഭദ്രമായിട്ട് തുടങ്ങി അവസാനം അയുക്തികതയിലേക്കും അശാസ്ത്രീയതയിലേക്കും വീണുപോയ ഒരു സിനിമയാണ് ട്രാൻസ് എന്ന് പറയാൻ ഖേദമുണ്ട്. ആ സിനിമയിൽ രണ്ടാമത്തെ ധാരയായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് സൈക്കോട്രോപിക് ഡ്രഗ്സ്, സൈക്കോ ഫാർമക്കോളജി, മനോരോഗവിജ്ഞാനീയം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ആശയങ്ങളാണ്. ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആ സിനിമയിൽ ഭഗതിൻ്റെ അനിയൻ കുഞ്ഞൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, ശരിയല്ലേ? കുഞ്ഞന് ബൈപ്പോളാർ ഡിസോർഡറാണ്. ഇവരുടെ മാതാവും ആത്മഹത്യ ചെയ്യുന്നു. കുഞ്ഞൻ ബൈപ്പോളാർ ഡിസോർഡറിനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ നോർമലാണ്. ബൈപ്പോളാർ ഡിസോർഡറിന് രണ്ട് ഘട്ടങ്ങളുണ്ട്, ഒന്ന് ഉന്മാദം, ഒന്ന് വിഷാദം. അപ്പോൾ മരുന്നുകൾ കഴിച്ച് ബൈപ്പോളാർ ഡിസോർഡർ ഇൻ റെമിഷൻ, അതായത് കുഴപ്പമൊന്നുമില്ലാത്ത അവസ്ഥയിലിരിക്കുന്ന കുഞ്ഞൻ ചേട്ടനെ സന്തോഷിപ്പിക്കാനായിട്ട് പാചകത്തിൽ ഏർപ്പെടുമ്പോൾ കുഞ്ഞൻ്റെ കയ്യിൽ നിന്ന് കത്തികൾ പിടിച്ചു വാങ്ങി അടുക്കളയിൽ നിന്ന് കത്തികൾ ശേഖരിച്ചു കൊണ്ടുപോയി പൂട്ടി വയ്ക്കുന്ന ഭഗതിൻ്റെ കഥാപാത്രത്തെയാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. മനോരോഗികൾ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടവരാണെന്നും ഏത് നിമിഷവും അക്രമാസക്തരാകുന്നവരാണെന്നും അവർക്ക് അടുക്കളയിൽ കയറി പണിയാൻ പറ്റില്ല എന്നും ഒരു ചെറിയ പേനാക്കത്തി കൈ കിട്ടിയാൽ ഉടനെ അതുകൊണ്ട് കൊല്ലാൻ നടക്കുന്നവരാണെന്നുള്ള ധാരണ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനൊരു ഫ്ലാഷ് ബാക്കും ഉണ്ട്. ഈ കുഞ്ഞൻ ഭഗതിൻ്റെ കഥാപാത്രത്തെ, അതായത് സ്വന്തം ചേട്ടൻ വിജു പ്രസാദ് എന്ന് പറയുന്ന ഭഗതിൻ്റെ കഥാപാത്രത്തെ ചുറ്റിയേക്ക് ഹാമർ കൊണ്ട് അടിച്ചിരുന്നു. ഈ ബൈപ്പോളാർ ഡിസോർഡറിൽ രണ്ട് അവസ്ഥകളുണ്ട്, ഒന്ന് ഉന്മാദം, ഒന്ന് വിഷാദം, മാനിയ ആൻഡ് ഡിപ്രഷൻ. മാനിയയുടെ അവസ്ഥയിൽ, വളരെ കടുത്ത മാനിയയിൽ, അല്ലെങ്കിൽ മാനിയ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങളോട് കൂടിയ മാനിയയിൽ വളരെ ചുരുക്കമായിട്ട് രോഗികൾ അക്രമാസക്തരാകാറുണ്ട്. ഇത് മരുന്ന് കഴിച്ച ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പേനാക്കത്തികളടക്കം എടുത്തുകൊണ്ട് പോകുന്ന വഴിയായിട്ട് മനോരോഗികൾ അക്രമാസക്തരാകും എന്നുള്ള ധാരണയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് വേറൊരു ബാക്കി കൂടിയുണ്ട്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇതേപോലൊരു സീനുണ്ട്. നസ്രിയയുടെ കഥാപാത്രത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവ് കാണുന്നു. ഉടനെ ബിജു പ്രസാദ് എന്ന ജോഷുവ കാൾട്ടൺ എന്ന പാസ്റ്റർ അവളോട് ചോദിക്കുന്നത് എന്താണ്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ച്, ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വിഷാദത്തിൽ വീണു, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് കേൾക്കുന്ന വിജു പ്രസാദ് എന്ന ജോഷുവ കാൾട്ടൺ അടുക്കളയിലുള്ള എല്ലാ കത്തികളും മൂർച്ചയേറിയ സാധനങ്ങളും എല്ലാം വീണ്ടും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോവുകയാണ്. ചുരുക്കത്തിൽ ഡിപ്രഷൻ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കൂടെ ഉണ്ടെങ്കിലും മൂർച്ചയുള്ള സാധനമൊന്നും അടുത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ള പൊതുബോധത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പിൻപറ്റുക എന്നുള്ളതാണ് ആ സിനിമ ചെയ്യുന്നത്. പിന്നെ ആ സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട പരാമർശം, ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും, ഞാൻ പറയാം. സൈപ്രക്സ, റിസ്പെഡോൾ, സാനക്സ് എന്നീ മരുന്നുകൾ നിങ്ങളുടെ തലച്ചോറിനെ തകർത്ത് കളയും, ബ്രെയിൻ ടിഷ്യൂവിൽ ഡാമേജ് ഉണ്ടാക്കും എന്ന് പഠനങ്ങളുണ്ട്. നിങ്ങളുടെ മൂഡ്, പേഴ്സണാലിറ്റി ഒക്കെ മാറ്റും, നിങ്ങൾക്ക് ഹാലൂസിനേഷൻ ഉണ്ടാക്കും, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും, നിങ്ങളുടെ ഓർമ്മകളെ അത് നശിപ്പിക്കും.
പരമബദ്ധാണ്. ഇത് ഒലാൻസപ്പെയിൻ, റിസ്പെരിഡോൺ, അൽപ്രാസോളം തുടങ്ങിയിട്ടുള്ള ഇടം വലം ഉപയോഗിക്കുന്ന, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എടുത്ത് ഉപയോഗിക്കുന്ന മെഡിസിൻസിനെ കുറിച്ചാണ് ഈ പരാമർശം. ഇതിൽ പറയുന്ന റിസ്പെരിഡോൺ എന്ന് പറയുന്ന മരുന്ന് 1993 FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക അവർ അംഗീകരിച്ച മരുന്നാണ് സ്കീസോഫ്രീനയ്ക്ക്, ചിത്തഭ്രമത്തിന്. പിന്നീട് 2003 ഈ ഔഷധം ബൈപോളാർ ഡിസോർഡറിനും 2006 ഓട്ടിസത്തിലുള്ള പെരുമാറ്റ വൈകല്യത്തിനൊക്കെയുള്ള മരുന്നായിട്ട് അംഗീകരിക്കുന്നുണ്ട്. വളരെ സുരക്ഷിതമായ, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പുതിയ ആൻറ്റിസൈക്കോട്ടിക്കാണ് റിസ്പെരിഡോൺ. ഈ മരുന്നുകളുടെ സഹായത്തോടെ നോർമലായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും സാധാരണ ജീവിതം നയിക്കുന്നവരുമായ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. അമേരിക്കയിൽ 2016 നടത്തിയ ഒരു സ്റ്റഡി പറയുന്നത് 4 മില്യൺ പ്രിസ്ക്രിപ്ഷനാണ് റിസ്പെരിഡോൺ അവിടെ കൊടുക്കപ്പെട്ടത്. 4 മില്യൺ പ്രിസ്ക്രിപ്ഷൻ. അത്രയധികം ആളുകൾ റിസ്പെരിഡോൺ ഉപയോഗിക്കുന്നു. അതുപോലെ ഒലാൻസപ്പെയിൻ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ആൻറ്റിസൈക്കോട്ടിക്കാണ്. ഒലാൻസപ്പെയിൻ 1996 FDA അംഗീകരിക്കുന്നത് സ്കീസോഫ്രീനയ്ക്ക്. പിന്നീട് അത് ബൈപോളാർ ഡിസോർഡറിൻ്റെ മാനിയയ്ക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണിത്. അതുപോലെ അൽപ്രാസോളം പോലെയുള്ള ബെൻസോഡയസപ്പീൻ, ഉറക്കത്തെ സഹായിക്കുന്ന മരുന്നുകൾ. ഇപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ക്ലോണാസെപ്പാം പോലെയുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഈ സിനിമയിൽ ഇത് ബ്രെയിൻ ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള ഒരു സംഭാഷണ ശകലം അല്ലെങ്കിൽ ഒരു ഭാഗം കയറുക വഴിയായിട്ട് എത്രയോ രോഗികൾ, എത്രയോ ഫ്രീ തിങ്കേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചു എന്നറിയാം. എൻ്റെ ഇൻബോക്സിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിനിമ റിലീസായി ഒരു 2 ആഴ്ചത്തേക്ക്. ഡോക്ടർ, ഇത് ശരിയാണോ? റിസ്പെഡാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബ്രെയിൻ ടിഷ്യൂവിന് ഡാമേജ് വരുത്തുമോ? എൻ്റെ അങ്കിള് കഴിക്കുന്നുണ്ട്, അമ്മ കഴിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? സിനിമ സമൂഹത്തെ സ്വാധീനിക്കുകയാണ്. സോഷ്യോ കോഗ്നിറ്റീവ് തിയറി. നിങ്ങൾ കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ സിംബോളിക്കായി, സിംബലുകളായി, പ്രതീകങ്ങളായി ശേഷിക്കുന്നു. പിന്നീട് സമാന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ രംഗത്ത് കണ്ട അഭിപ്രായങ്ങളെ നിങ്ങൾ പിൻപറ്റുന്നു. ചുരുക്കത്തിൽ സിനിമയിൽ ഈ മരുന്ന് കഴിച്ചാൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുമെന്ന് കേട്ട ഒരു പ്രേക്ഷകൻ നാളെ സ്വന്തം ജീവിതത്തിൽ സ്വയം മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം സഹോദരന് മരുന്ന് കൊടുക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ഈ സിനിമയിലൂടെ അയാൾ സാംശീകരിച്ച ആശയത്തെ തലച്ചോറെടുത്ത് പ്രയോഗിക്കുന്നു. അയ്യോ, പറ്റത്തില്ല, സൈഡ് എഫക്റ്റ്, ബ്രെയിൻ ടിഷ്യൂ ഡാമേജ് ആവും. ഈ പൊതുബോധത്തെയാണ് ഈ സിനിമ സൃഷ്ടിക്കുന്നത്. അതുമാത്രമല്ല, ആ സിനിമയിൽ സ്റ്റിമുലൻസിൻ്റെ ഉപയോഗം വളരെ ഡ്രാമാറ്റിക്കായിട്ടാണ് ഈ സൈക്കോ ഫാർമക്കോളജിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ആ സിനിമയെ കൂടെ പറഞ്ഞേ. ക്ലൈമാക്സിൽ നായകൻ 20 മിനിറ്റ് മുമ്പ് സ്റ്റിമുലൻ്റ് കൊടുക്കുന്നു. അത് കഴിച്ച നായകൻ ഭയങ്കര എനർജറ്റിക്കായിട്ട് വേദിയിലേക്ക് പോകുന്നു. അതുപോലെ അതിലൊരു ഡോക്ടറുടെ കഥാപാത്രമുണ്ട്. പലപ്പോഴും ഈ ആൻറ്റി സൈക്കാട്രിക് എലമെൻറ്റ്സ് ഉള്ള സിനിമകളിൽ അവർ ഉപയോഗിക്കുന്ന ഒരു സംഗതി, ഇത് പറയിക്കുന്നത്, ഈ ആശയം പറയിക്കുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കൊണ്ടായിരിക്കും. എന്നാലേ അവർക്ക് അതോറിറ്റി കിട്ടുകയുള്ളൂ. ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർ പറയുന്നത് ഇതാണ്: നാളെ ഇതുവരെ കൊടുത്തിട്ടുള്ള മരുന്നുകൾ കൊണ്ട് വിജുവിൻ്റെ, പാസ്റ്ററുടെ തലച്ചോറ് ഇപ്പോൾ ഒരു കിച്ചടി പരുവായി. ഇപ്പോൾ തലച്ചോറിന് കിട്ടിയ അടി കൊണ്ടായിട്ട് ടെമ്പറൽ ലോബിനും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നു, അപ്പോൾ എന്താണ്, ഇവന് യാതൊരു കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുള്ളൂ, ഇവൻ അഭിനയിക്കുകയാണോ? അഭിനയിക്കുകയൊന്നുമല്ല. ഇന്ന് ദൈവം, നാളെ ചെകുത്താൻ, മറ്റന്നാൾ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് വരെ പറയും. ഉടനെ അവറാച്ചൻ്റെ മറുപടി എന്താണ്? സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ. അവറാച്ചൻ്റെ മറുപടി എന്താ? അവറാച്ചൻ എന്താ പറയുന്നത്? മനസ്സിലായി, മറ്റേ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ഡിസോർഡറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ശരിക്കും സിനിമയിൽ നിന്ന് സിനിമ ഉണ്ടാക്കുക എന്ന് നമ്മൾ പറയും. ഈ മണിച്ചിത്രത്താഴ് തൊട്ട് അല്ലെങ്കിൽ ആ ഒരു കാലം തൊട്ടേ നമ്മുടെ മലയാള സിനിമയെ പിന്തുടരുന്ന ഒരു പ്രേതമാണ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം. ഒരു മനോരോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേറ്റം ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ആണെന്നും തലച്ചോറിന് ക്ഷതം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ സാധനമാണ് പുറത്തേക്ക് വരുന്നതെന്നൊക്കെയുള്ള ഒരു അമ്മൂമ്പ കഥയിൽ നിന്നാണ് ഈ സിനിമ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ലഘു മനോരോഗമാണ്. അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. തലച്ചോറിന് അടി കിട്ടിയാൽ ഉണ്ടാകുന്നത് ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങൾ, ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ, മൂഡ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ടെമ്പറൽ ലോബിലൊക്കെ അടി കിട്ടി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ ക്ഷതവേറ്റാൽ ഉണ്ടാകുന്നത്. ഈ സിനിമ അതിന് പറയുന്നത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഇടയ്ക്കിടയ്ക്ക് ഭഗത് ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഭഗത് അത്ഭുത പ്രവർത്തനത്തിന് വെല്ലുവിളിച്ച പത്രപ്രവർത്തകന് കൊടുക്കുന്നത് ഫ്രൂസമൈഡ് എന്ന് പറയുന്ന ആൻറ്റി ഹൈപ്പർടെൻസീവാണ്. ചുരുക്കത്തിൽ മരുന്നുകളെ താറടിക്കുക, വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ വില കുറച്ച് കാണുക, അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുക, അതേസമയം തന്നെ മതവിമർശനത്തിൻ്റെ പുരോഗമനപരമായ ഒരു മുഖം മുമ്പിൽ അവതരിപ്പിക്കുക. ചുരുക്കത്തിൽ നല്ല പൂമുഖവും
കഞ്ഞി കുടിക്കാൻ കൊള്ളില്ലാത്ത അടുക്കളയും. പൂമുഖം കണ്ടു കഴിഞ്ഞാൽ വളരെ വിശേഷം. പെരയ്ക്കകത്തേക്ക് കയറി അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഓക്കാനം വരും. അതുപോലുള്ള ഒരു ഐറ്റമാണ് ഈ ട്രാൻസ്. അതിനെയാണ് കുറേ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും എല്ലാം കൂടെ കെട്ടിയാടിയത്. ബാൻഡ് വാഗൺ എഫക്റ്റ്. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്താ ഈ ബാൻഡ് വാഗൺ എഫക്റ്റ്? 19ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ അമേരിക്കയിൽ ഈ പൊളിറ്റിക്കലായിട്ടുള്ള പ്രചരണങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഈ ബാൻഡ് വാഗൺ. ഒരു ബാൻഡ് സെറ്റിനെ ഒരു വാഗണിൽ കയറ്റി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കും. അത് വലിയ വിജയമായപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഈ ബാൻഡ് വാഗണും കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ആശയം വിജയിക്കുമ്പോൾ കുറേ ആൾക്കാർ അതിൽ എന്താ കഥ എന്ന് പോലും അറിയാതെ ഈ ആശയത്തോട് കൂടി ചേരാൻ വരും. ചുരുക്കത്തിൽ ട്രാൻസ് വലിയ സംഭവമാണ്, പുരോഗമനപരമായ ആശയമുള്ളതാണെന്ന് പറഞ്ഞു. എല്ലാവരും ഉടനെ വണ്ടിയെടുത്ത് പുറപ്പെട്ടു. അതിനെക്കുറിച്ച് 2 കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടില്ലെങ്കിൽ കൈ പൊരുപൊരുക്കും എന്നുള്ള അവസ്ഥയായി. അതേസമയം അതിൻ്റെ പിന്നിലൂടെ ഒളിച്ച് കടത്തപ്പെട്ടത് അശാസ്ത്രീയമായ സയൻസ് വിരുദ്ധമായിട്ടുള്ള ആൻറ്റി നോളജ് അല്ലെങ്കിൽ കൗണ്ടർ നോളജ് ആണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ചോദ്യങ്ങൾ അനവധിയുണ്ട്, എല്ലാത്തിനും ഉത്തരം പറയണോ? കരിസ്മാറ്റിക് ലീഡർഷിപ്പ്, ഗോത്രീയത, കളക്റ്റീവ് നാർസിസം തുടങ്ങിയ യുക്തിവാദ പ്രവർത്തനത്തിന് ഒരു ടൂളായി ഉപയോഗിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇനിയുണ്ട് ചോദ്യങ്ങൾ. നോക്കൂ, മനുഷ്യരൊരു സമൂഹമായി ഒരുമിച്ച് ചേരുന്ന ഒരു ഗോത്രമായി നിലനിൽക്കുന്ന എല്ലാ സംഘടനകളിലും ഏറിയും കുറഞ്ഞും ഇത്തരം പ്രവണതകൾ ഉണ്ടാവും. അത് യുക്തിവാദി പ്രവർത്തനം എന്നല്ല, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. ഇത് വലിയൊരു സ്പെക്ട്രമാണ്. ഈ സ്പെക്ട്രത്തിലുള്ള അല്ലെങ്കിൽ ഈ ഗോത്രീയമായിട്ടുള്ള സ്വഭാവങ്ങളെ വലിയൊരളവിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാ സംഘടനകളും കെട്ടിപ്പടുക്കുന്നത്. പക്ഷേ അത് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ പോയിസണസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം അല്ലെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള ആശയങ്ങൾ ഒരു ഗ്രൂപ്പിനെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അതങ്ങനെ അല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അത് യുക്തിവാദി പ്രവർത്തനത്തിനെന്നല്ല, എല്ലാ മേഖലകളിലും സാധുതയുള്ള ഒരാശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അച്ചടക്കത്തിലേക്ക് നമ്മുടെ ഗോത്രീയതയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതുപോലെ ഗോത്രീയമായിട്ടാണ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ പെരുമാറുന്നത് എന്നുള്ള ബോധ്യവും നമുക്ക് ആവശ്യമാണ്. ഇനി എന്താണ് ചോദ്യം? ഈസ് ഫാസിസം എ പാർട്ട് ഓഫ് അവർ കോഗ്നിറ്റീവ് ബയാസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഫാസിസം എന്ന് പറയുന്നത് ഗോത്രീയതയുടെ ഒരു രാഷ്ട്രീയ നിർമ്മിതിയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. യുക്തിവാദം പോലെയുള്ള ആധുനിക ചിന്താധാരയിൽ വിശ്വസിച്ച് ഒത്തുകൂടുന്ന നമ്മളിലും ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ടോ? സംശയം എന്താ? നമ്മളിലെല്ലാം ഗോത്രീയതയുണ്ട്. ഞാനതാ പറഞ്ഞത്. 100 മില്ലി സെക്കൻഡിൽ നമ്മൾ അസ് ദം എന്നുള്ള ഡൈക്കോട്ടമിയിൽ വീണു പോകുന്ന ഒരു സ്പീഷ്യസ് ആണ്. അത് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അത് നമ്മളിൽ ഹാർഡ്വെയറാണ്. അത് യുക്തിവാദി പ്രവർത്തനത്തിൽ നിന്നല്ല, എല്ലാ കാര്യത്തിനും അത് അങ്ങനെയാണ്. അതിനെ തിരിച്ചറിയുകയും മെരുക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വതന്ത്ര ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് കരിസ്മാറ്റിക് ലീഡർഷിപ്പിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആശയം വ്യക്തമല്ല. NPDക്ക് ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും വളരെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. പലപ്പോഴും അതിൽ കോമോബിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള കൗൺസിലിങ്, ഗൈഡൻസ്, CBT ഇങ്ങനെ നിരവധിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിനുണ്ട്. എങ്കിലും അതിലെ ചില സബ് ടൈപ്പുകൾ ചികിത്സയ്ക്ക് വെല്ലുവിളിയാണ്. പൊതുവേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. യെസ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.